പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ഉണക്കാം. ഞാൻ യഹോവയോടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. കർത്താവേ, ദൈവമേ, പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഒരു ഞായറാഴ്ച കൂടി അടിയങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ യാത്രയിലൊക്കെ കൂടെ ഇരുന്നല്ലോ എൻ്റെ കർത്താവേ. ഈ ദേശത്ത് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നു. ദൈവം കൂടെ ഇരിക്കുമാറാണമേ. സൂമിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാനുള്ള എല്ലാവരെയും കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഓരോ ശുശ്രൂഷകളും കർത്താവിൻ്റെ നാമം മഹത്വത്തിനായിട്ട് നിറവേറ്റുവാൻ തൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണമേ. തുടർന്ന് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറച്ചുകൊള്ളണമേ. എല്ലാത്തിനായിട്ടും നന്ദി കർത്താവേ, എല്ലാത്തിനായിട്ട് സ്തോത്രം. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി സിമി ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നൊരു ഞായറാഴ്ച കൂടി ഒരുമിച്ച് കൂടുവാൻ നീ തന്ന നല്ല അവസരത്തിനായിട്ട് ഞങ്ങൾ എന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസത്തിനായിട്ട് ഞങ്ങൾ എന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെയിരുന്നു. പോയ വഴികളിൽ, ആയിരുന്ന ഇടങ്ങളിൽ, ഇടപെട്ട ആൾക്കാരുടെ ഇടയിൽ എല്ലാം നിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയിരുന്നു. വാഹനം ഓടിച്ചപ്പോൾ, ജോലി സ്ഥലത്തായിരുന്നപ്പോൾ ഒക്കെ നിൻ്റെ കൃപ ഞങ്ങളെ പൊതിഞ്ഞു. കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ എന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. പുതിയൊരാഴ്ചയിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുന്നു കർത്താവെ. ഈ പുതിയ ആഴ്ചയിൽ കർത്താവെ, നിൻ്റെ കൃപ ഞങ്ങളോട് കൂടെയിരിക്കണമേ. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. എന്നാൽ ഈ ആഴ്ചയിൽ കർത്താവെ, അങ്ങനെയുള്ള കുറവുകളെയൊക്കെയും നികത്തി ദൈവമേ, സ്വർഗത്തെ സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണം. ത്തിൽ പറയുന്നത് പോലെ ഞങ്ങളെയും ആ ഭാഗ്യാവസ്ഥയിൽ ഉൾപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് വിവിധ ശുശ്രൂഷകൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. സങ്കീർത്തനം ധ്യാനിക്കുന്നവരും, വയറിൽ പാട്ട് പാടുന്നവരും, ദൈവമേ, ഇതിന് നേതൃത്വം കൊടുക്കുന്നവര്, ഇന്ന് വചനവുമായി കടന്നു വരുന്ന ദാസി, എല്ലാവരെയും കർത്താവെ നിന്റെ തൃക്കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. ഓരോരുത്തരെ അവിടുന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ബേക്കുടിച്ചാനെ പ്രത്യേകം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അച്ചാനെ അമ്മാമ്മയും നിന്റെ തൃക്കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. ദൈവമേ, ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രായത്തിന്റെ പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് കർത്താവെ. ദൈവമേ, നീ വഴി നടത്തണേ. ഇതിന് ആണിപ്പാടുള്ള കരങ്ങളാൽ തൊട്ട് കർത്താവെ വേദനകളിൽ നിന്നൊക്കെ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇവിടെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എം ജെ തോമസ് അങ്കിളിനെയും, തോമസ് ഒട്ടിച്ചായനെയും, രാജൻ അങ്കിളിനെയും, ദൈവമേ, ഇതിന്റെ എല്ലാ ഭാരവാഹികളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആയിരിക്കുന്ന ഇടങ്ങൾ കുടുംബമായിട്ട് അവരെയും കാത്തു പരിപാലിക്കണേ. പ്രത്യേകിച്ച് രാജൻ അങ്കിളിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവെ. എൻ്റെ മകന് കൊടുത്തിരിക്കുന്ന വലിയ വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. മുമ്പോട്ടുള്ള എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണമേ. ഇന്ന് കടന്നു വരാൻ സാധിക്കാതെ പോയവരെയൊക്കെ ഇന്ന് തൃപ്പാദപീഠത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഭവനങ്ങളിൽ സുഖമില്ലാതെ വിശ്രമിക്കുന്നവരുണ്ട് കർത്താവെ. പല ആവശ്യങ്ങളുമായിട്ട് തിരക്കിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. അവരെയൊക്കെയും തൃക്കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്ന കർത്താവെ. പ്രത്യേക ആവശ്യങ്ങളാൽ മധ്യസ്ഥതയിൽ പരമേൽപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൃപയുടെ മറവിൽ മറയ്ക്കണമേ. ഞങ്ങൾ അടുത്ത ആഴ്ച കൂടി വരുവോളം നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ പൊതിയണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ മനോഹരമായ ദിവസം കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. അവനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. യാതൊരു യോഗ്യതയില്ലാത്ത നമ്മളെ കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി ആയിരിക്കുവാൻ തക്കണം അവൻ നമ്മളോട് കാണിച്ച ദയക്കായി സ്തോത്രം കരയറ്റിക്കൊണ്ട് ഒരു ഗാനം നമുക്ക് പ്രാരംഭമായി പാടാം. ഇന്നോളം എന്നെ നടത്തിയ നാഥ, തിരുകൃപ എന്നും എനിക്കു മതി.
ഹല്ലേലൂയ. ഈ 11-ാം മാസത്തിന്റെ 2ാമത്തെ ഞായറാഴ്ച നാം കടന്നു വന്നിരിക്കുകയാണ്. ഇന്നോളം നമ്മളെ ഓരോരുത്തരെയും നടത്തിയ ഒരു നാഥൻ. ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളുടെ മധ്യത്തില്, നമ്മുടെ വേദനകളുടെ, നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നമ്മളെ വിടുവിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം. നമ്മുടെ ആരുടെയും യോഗ്യതയല്ല. ഹല്ലേലൂയ. അവന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം അവൻ നമ്മെ നിലനിർത്തിയിരിക്കുന്നു. പ്രതികൂല കാറ്റുകള് നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ, ഹല്ലേലൂയ, നാളെ എങ്ങനെ ജീവിതം മുൻപോട്ട് പോകും, നമ്മുടെ ജീവിതത്തിന്റെ നൗക ആടി ഉലഞ്ഞു അവൻ നമ്മുടെ, ഹല്ലേലൂയ, നമ്മുടെ പടകിലേക്ക് നടന്നു വന്നില്ലേ. അവൻ, ഹല്ലേലൂയ, ശാന്തമാക്കിയില്ലേ കോളിനെയും, ഹല്ലേലൂയ, എല്ലാ പ്രതികൂലത്തെയും ശാന്തമാക്കിയ ദൈവം. ആ ദൈവത്തിന് സ്തോത്രം പറയാം. നമുക്ക് ഒരുമിച്ച് പാടാം. ഇന്നോളം എന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്ക് മതി. ഇന്നോളമെന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്കു മതി. ഇന്നോളമെന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്കു മതി. കണ്ണു കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത മനുഷ്യ ഹൃദയങ്ങൾ കലിതമായ വഴികളിൽ നടത്തുന്ന നാഥ, തിരുകൃപ മാത്രം എനിക്കു മതി. വഴികളിൽ നടത്തുന്ന നാഥ, തിരുകൃപ മാത്രം എനിക്കു മതി. ഇന്നോളമെന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്കു മതി. ഇന്നോളമെന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്കു മതി. പ്രതികൂല കാറ്റുകൾ ഉയർന്നിടുമ്പോൾ ജീവിത നൗകയുലങ്ങിടാതെ, പ്രതികൂല കാറ്റുകൾ ഉയർന്നിടുമ്പോൾ ജീവിത നൗകയുലങ്ങിടാതെ, അചഞ്ചല വിശ്വാസം നൽകിടണേ, കൃപയിൽ കരുണയ കാത്തിടണേ. അചഞ്ചല വിശ്വാസം നൽകിടണേ, കൃപയിൽ കരുണയ കാത്തിടണേ. ഇന്നോളമെന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്കു മതി. ഇന്നോളമെന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്കു മതി. നയനമുഖങ്ങൾ ത്യജിച്ചിടുവാൻ, വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. നയനമുഖങ്ങൾ ത്യജിച്ചിടുവാൻ, വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. വേദപ്രമാണത്തെ നൽകിടണേ, കൃപയിൽ കരുണയ കാത്തിടണേ. വേദപ്രമാണത്തെ നൽകിടണേ, കൃപയിൽ കരുണയ കാത്തിടണേ. ഇന്നോളമെന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്കു മതി. ഇന്നോളമെന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്കു മതി. കണ്ണു കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത മനുഷ്യ ഹൃദയങ്ങൾ കവിതമായ വഴികളിൽ നടത്തുന്ന നാഥ, തിരുകൃപ മാത്രം എനിക്കു മതി. വഴികളിൽ നടത്തുന്ന നാഥ, തിരുകൃപ മാത്രം എനിക്കു മതി. ഇന്നോളമെന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്കു മതി. ഇന്നോളമെന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്കു മതി. Hallelujah. Praise the Lord. Amen.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നോളം നമ്മെ നടത്തിയ നാഥൻ്റെ തിരുകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സങ്കീർത്തന ധ്യാനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. 83-ാം സങ്കീർത്തനം ഇന്ന് ധ്യാനിക്കുവാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. 18 വാക്യങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധയോടെയും പ്രാർത്ഥനയോടെയും വാക്യം പ്രതി വാക്യമായിട്ട് വായിക്കാം. 83-ാം സങ്കീർത്തനം. ദൈവമേ മിണ്ടാതെ ഇരിക്കരുത്, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത്. അവർ നിന്റെ ജനത്തിൻ്റെ നേരെ ഉപായം വിധിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. അവരിങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. ഏദോമ്യരുടെയും സ്മരണയുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹാഗരും കൂടെ. ഗബാലും അമ്മോനും അമാലേക്കും ഫെലിസ്ത്യ ദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു. അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു. മിദ്യാനിനോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ. കീശോൻ തോട്ടിങ്കൽ വെച്ച് സീസരയോടും യബീനോടും ചെയ്തതുപോലെ തന്നെ. അവർ ഏതോമിൽ വെച്ച് നശിച്ചുപോയി, അവർ നിലത്ത് വളമായി തീർന്നു. അവരുടെ സകല പ്രഭുക്കന്മാരെയും സേബസ്, സൽമുന്ന എന്നിവരെ പോലെയും ആക്കണമേ. നാം ദൈവത്തിന്റെ നിവാസങ്ങളെ നമ്മൾ അവകാശമാക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞുവല്ലോ. എന്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റത്തെ പൊടി പോലെയും കാറ്റത്തെ പാറുന്ന പതിർ പോലെയും ആക്കണമേ. വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നിജാല പോലെയും. നിന്റെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ, നിന്റെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ ഭ്രമിക്കണമേ. യഹോവേ, അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണ്ണമാക്കണമേ. അവർ എന്നേക്കും ലജ്ജിച്ച് ഭ്രമിക്കുകയും നാണിച്ച് നശിച്ചു പോവുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ യഹോവ എന്നുള്ള നാമം മാത്രം സമർപ്പിക്കും. ഇതേ അത്യുന്നതനെ അറിയും. 83-ാം സങ്കീർത്തനത്തിന്റെ ധ്യാനത്തിനായിട്ട് നാം ഒരുങ്ങുമ്പോൾ നാം കുറച്ച് പഴയ ചരിത്രത്തിലേക്ക് പോകണം. ദൈവം മനുഷ്യരോട് പഴയ കാലത്ത് സംവദിച്ചു കൊണ്ടിരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ്. അതിൽ പ്രധാനപ്പെട്ടത് ദൈവദൂതന്മാരിലൂടെ മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവം രാജാക്കന്മാരിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നു. ജനത്തിൻ്റെ ഭൗതികമായ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ ദൈവഹിതപ്രകാരം നിറവേറ്റുന്നതിന് രാജാക്കന്മാരുമായി സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവം പുരോഹിതരിലൂടെ ജനത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നു. ജനത്തിൻ്റെ ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങളെ പരിപോഷിപ്പിക്കുവാൻ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദൈവം പുരോഹിതന്മാരെ ഉപയോഗിച്ചെങ്കിൽ, പ്രവാചകന്മാർ വരുവാനിരിക്കുന്ന ജനത്തിനുള്ള സന്ദേശം, ദൈവത്തിൻ്റെ ആഗ്രഹം, പദ്ധതികൾ അറിയിക്കുന്നതിന് ദൈവം പ്രവാചകന്മാരെ ഉപയോഗിക്കുകയുണ്ടായി. ഞാനിത് പറഞ്ഞത് ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഇതിനകത്തൊരു പ്രവചന ശബ്ദമുണ്ട്, പുരോഹിതന്റെ ശബ്ദമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ഇത് ആരാണ് എഴുതിയത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ധ്യാനിച്ച സങ്കീർത്തനങ്ങൾ എഴുതിയത് ആസാഫാണ്. ഇതും ആസാഫിന്റെ സങ്കീർത്തനമാണ്. അതുകൊണ്ട് തന്നെ ആസാഫ് ആരാണ് എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും 4 സൂചനകൾ ആമുഖം എന്നോണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരിക. ഒന്ന്, ആസാഫ് സങ്കീർത്തനക്കാരനായിരുന്നു. എന്താണ് സങ്കീർത്തനം? നമ്മുടെ ജീവിതത്തോടെ ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ പ്രയാസങ്ങളെയും നമ്മുടെ വേദനയും നമ്മുടെ ദുഃഖങ്ങളെയും അറിയുന്ന, നമുക്ക് ആശ്വാസം പകരുന്ന, എത്ര നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരുന്നാൽ പോലും ഒരു സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശ്വാസത്തിന് അപ്പുറം വേറൊന്നുമില്ല എന്ന് നമുക്കറിയാം. മാത്രമല്ല, സങ്കീർത്തനങ്ങളിലെ ഓരോ വാക്കുകളും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഓരോ നിമിഷവും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു വലിയ അനുഭവം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം. 2, അദ്ദേഹം ഒരു സംഗീതജ്ഞനാണ്. നമുക്കറിയാം, നമ്മുടെ കൂടെയൊക്കെ ഉണ്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നവർ. ഇത് ദൈവം കമ്പോസ് ചെയ്ത് മനുഷ്യന് വേണ്ടി താളം ചിട്ടപ്പെടുത്തിയ ഒരു സങ്കീർത്തനമാണ് നമ്മുടെ മുന്നിൽ ഇന്ന് ഇരിക്കുന്നത്. 3, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. അതുകൊണ്ട് ആരാധനയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ആത്മീയമായി എങ്ങനെ ആയിരിക്കണമെന്ന് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിലപ്പുറമായി അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു എന്ന് പറയുമ്പോൾ പ്രവാചക ശബ്ദം വരുവാനിരിക്കുന്ന തലമുറയ്ക്കു വേണ്ടിയും അദ്ദേഹത്തിൻ്റെ പ്രവാചക ശബ്ദം ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സങ്കീർത്തനത്തിലെ 18 വാക്യങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ പലതവണ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില ചിന്തകളുണ്ട്. ഒന്നാമത്തെ വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. അവരിവിടെ പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ വാക്യത്തിൽ 18ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രാർത്ഥനയിൽ ആരംഭിച്ച് അവസാനിക്കുന്ന 18ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പറയുന്നത് ഭൂമിക്ക് മീതെ ഒരു ദൈവമുണ്ട് എന്ന് ജനം തിരിച്ചറിയുമെന്ന്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ദൈവമക്കളെ കാണാം, പ്രാർത്ഥന കാണാം, പിന്നെ ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു ജനം എന്ന് പറഞ്ഞാൽ ജാതികളെയും കാണാം. അവരെ ദൈവ ജനം ആണ് എന്ന് തിരിച്ചറിയുന്ന അനുഭവത്തിലേക്ക് ഈ സങ്കീർത്തനത്തിന്റെ അവസാനം എത്തുകയാണ്. അതുകൊണ്ട് 2 മുതൽ 8 വരെയും 12ാമത്തെ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ജാതികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ നേരിട്ട് ജാതികളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു സൂചന കിട്ടുന്നുണ്ട് 4ാമത്തെ വാക്യത്തിൽ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവമക്കളെ വരുവീൻ, നമുക്ക് ദൈവമക്കളെ മുടിച്ചു കളയാം എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ നശിപ്പിക്കുന്ന ആരാണ്? ജാതികളാണ്, ദൈവമില്ലാത്തവരാണ്, അവർക്ക് ദൈവ ഭയമില്ലാത്തവരാണ്. ഞാൻ 36ാം സങ്കീർത്തനത്തെ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. എൻ്റെ 1ാം വാക്യം മുതൽ അങ്ങോട്ട് നമ്മൾ വായിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ദുഷ്ടൻ, ദൈവമില്ലാത്തവനാണ് ദുഷ്ടൻ. ദുഷ്ടന് പാപ ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിത അവസാനം വരെ അവന് പാപം എന്നതിനപ്പുറം, അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തിയും ചിന്തയും എല്ലാം അവൻ്റെ ഉറക്കത്തിലും അവൻ്റെ നടപ്പിലും നോട്ടത്തിലും അവൻ്റെ ജീവിത സാഹചര്യങ്ങളിലും, തുടർന്ന് ആ 36ാം സങ്കീർത്തനത്തിൻ്റെ പകുതിയിലേക്ക് എത്തുമ്പോൾ അവിടെ പറയുന്നുണ്ട് അവൻ്റെ കിടക്കയിലും അവൻ പാപത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ്, മരണയോഗ്യമായ അനുഭവമാണ്. അതുമാത്രമല്ല, അവൻ്റെ കൺമുമ്പിൽ അവനെ ദൈവത്തെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ കാണുന്ന ഒരു കാര്യത്തിലും ദൈവിക സാന്നിധ്യം അവൻ അനുഭവിക്കുവാനായിട്ട് അവൻ പാപിയാണ്, അവൻ ജാതിയാണ് എന്നുള്ളതാണ്. ഇനി അവരുടെ സ്വഭാവം എന്താണ് എന്നതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഞാൻ അല്പം സയൻസിലേക്ക് പോവുകയാണ്. സൈക്കോളജിയിൽ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാരാണ് എന്ന് പറയുന്നിടത്ത് പല തരത്തിലുള്ള സ്വഭാവങ്ങളുള്ളവരെ കുറിച്ച് പറയും. അതിലൊന്ന് എന്ന് പറയുന്നത് അറിവ്, നോളജ്. നമ്മുടെ അറിവ് ഉപയോഗിച്ച പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒത്തിരി പേരുണ്ട് ഈ ലോകത്ത്. അത് നമുക്ക് തന്നെ പ്രശ്നങ്ങളാകാവുന്ന ഒത്തിരി അനുഭവങ്ങൾ. മറ്റൊന്ന് ഇമോഷണലാണ്. ഇമോഷണൽ ട്രെയ്റ്റ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് ഈ നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ സുവിശേഷകർ നേരിടുന്ന പ്രയാസങ്ങൾ മുതൽ ക്രിസ്തീയ സമൂഹം ലോകത്ത് എവിടെയും നേരിടുന്ന പ്രയാസങ്ങളെല്ലാം ഈ ഇമോഷണലാണ്. പിന്നൊന്ന് ബിഹേവിയറാണ്. ഇതെല്ലാം ഈ ദുഷ്ടന്റെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. അത് മാത്രമല്ല, മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ മനസ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കോൺഷ്യസ് മൈൻഡ് എന്നും സബ് കോൺഷ്യസ് മൈൻഡ് എന്നുമാണ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ 5 to 10% ആക്റ്റീവാണ് കോൺഷ്യസ് മൈൻഡ്. എന്നാൽ 90 to 95% സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവാണ്. കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ ഒത്തിരി സ്റ്റോറേജ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് സഹോദരനോട് ദേഷ്യം വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അത് പുറത്തു വരും. പിന്നെ എൻ്റെ ഓട്ടം, എൻ്റെ ചിരി, എൻ്റെ ഭാവം, എൻ്റെ സ്വഭാവം, എൻ്റെ സകല പ്രകൃതവും മാറും. കാരണം അത് സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ്. ഇതുപോലെ അതിനൊരു വേറൊരു പേരും കൂടെ പറയും, ഓട്ടോ പൈലറ്റ്. ഡ്രൈവറില്ലാത്ത വാഹനങ്ങൾ ഓടുന്ന കാലമാണല്ലോ. അതുകൊണ്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ അങ്ങ് പ്രവർത്തിക്കുക. ഈ ദുഷ്ടന്മാരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതയും അതാണ്. അതുകൊണ്ട് ഈ 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, 4 ആയുധങ്ങളാണ് ദൈവമക്കളെ ഉപദ്രവിക്കുവാനായിട്ട് അവർ ഉപയോഗിക്കുന്നത്. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്നതാണ്. 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. വാക്കുകൾ പറയുമ്പോൾ നമുക്ക് സുപരിചിതമാണ്. 1, കലഹം, നമുക്ക് വളരെ സുപരിചിതമാണ്. 2, പക, മനസ്സിൽ വെച്ച് പെരുമാറി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിൻ്റെ വേറൊരു ഫോമാണ് പക എന്ന് പറയുന്നത്. പിന്നെ ഉപായം,
ദുരാലോചന, ഈ 4 കാര്യങ്ങളാണ് ദുഷ്ടൻ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവജനം ഇല്ലാതാകണം. അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദൈവജനം ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്ന കൂട്ടം ഇല്ലാതായി തീരുക. 2, ദൈവത്തിന്റെ നിവാസങ്ങളെ അവകാശമാക്കി എടുക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ ദൈവത്തിന്റെ നിവാസങ്ങളെ എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു, അഥവാ നമ്മുടെ ദേവാലയത്തിൽ വസിക്കുന്നു. ഇവയൊക്കെ നശിപ്പിക്കുന്നവർ ദൈവമില്ലാത്തവരാണ്, അഥവാ ദൈവത്തെ കൺമുമ്പിൽ വെച്ചിട്ടില്ലാത്തവരാണ്. അതുകൊണ്ട് ഇവിടെ ഒരു യുദ്ധ സാഹചര്യം, ഈ 4 ആയുധങ്ങൾ ഉപയോഗിച്ച് ദൈവമക്കളെ യുദ്ധത്തിന് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവമക്കൾക്ക് യുദ്ധം എന്ന് പറയുന്നത് അത് വാഴ്ചകളോടും അധികാരങ്ങളോടുമല്ല, മറിച്ച് ദുഷ്ടാത്മ ശക്തികളോടാ. അതാണ് പറഞ്ഞത് ദുഷ്ടന്റെ പാപ ഉദ്ദേശത്തെക്കുറിച്ച്. ഈ പ്രത്യേക സാഹചര്യത്തിലാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നു. എന്ത്? 1-ാമത്തെ വാക്യത്തിൽ, ദൈവമേ, എന്താണ്, നീ നിശബ്ദനായിരിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിശബ്ദനായിരിക്കരുത് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? പഴയ നിയമകാലത്തേക്ക് പോകുമ്പോൾ ദൈവം 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മളെ യുദ്ധം നേരിടുമ്പോൾ അല്ലെങ്കിൽ ജാതികൾ നമ്മെ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുന്നു നിശബ്ദനായിരിക്കരുത് എന്ന്. 2 രീതിയിൽ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നോക്കുമ്പോൾ ദൈവം കൽപ്പിക്കുകയും അവർ യുദ്ധം ചെയ്യുകയും ചെയ്യും. പഴയ നിയമകാലത്ത് ദൈവം പറയും, നീ പോയി യുദ്ധം ചെയ്യുക, നമ്മൾ പോയി യുദ്ധം ചെയ്യും. ദൈവം കൂടെയുള്ള എല്ലാ യുദ്ധങ്ങളും ജയിച്ചതായിട്ട് പഴയ നിയമപുസ്തകങ്ങളിലെ ഓരോ യുദ്ധ സാഹചര്യങ്ങളെയും എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ജനം നേരിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ചരിത്ര പുസ്തകങ്ങളും ന്യായാധിപന്മാരുടെ പുസ്തകമൊക്കെ നോക്കിയാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ചില ഘട്ടത്തിൽ ദൈവം ശത്രുക്കളുടെ ശത്രുവിനെ ഉപയോഗിക്കും, ചില ഘട്ടങ്ങളിൽ ദൈവം പ്രകൃതി ശക്തികളെ ഉപയോഗിക്കും. അവിടെ എഴുതിയിട്ടുണ്ട് തീയും കാറ്റും എന്ന് അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് പഴയ നിയമ പശ്ചാത്തലം നാം പരിശോധിക്കുമ്പോൾ കാറ്റ് അടിച്ച് ഇത്ര 1000 എണ്ണം പോയി, അല്ലെങ്കിൽ തീ ഇറങ്ങി ജനം മരിച്ചു എന്നൊക്കെ കേൾക്കുന്നത് ദൈവം അന്ന് പ്രകൃതി ശക്തിയെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ സങ്കീർത്തനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞ ഒരു പ്രവാചക ശബ്ദമുണ്ട് എന്ന് പറഞ്ഞത്. നാം 16, 17, 18 എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അവൻ പ്രാർത്ഥിക്കുകയും
പ്രാർത്ഥിക്കുകയും വേണം. ഇത് നമ്മെ ഓർമ്മിക്കുന്നതാണ്. കാര്യം എന്താ? ക്രിസ്തുവിൽ വിടുതലുണ്ട്. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കണം, ആരാധിക്കണം. നമ്മുടെ ആരാധനയിൽ ദൈവ സന്നിധിയിൽ നമ്മെ അകറ്റിക്കളയുന്ന സകല ശക്തികളും തരിപ്പണമാകുമെന്ന് മാത്രമല്ല, അവർ ഈ ഭൂമിയിൽ ഒരു ദൈവമുണ്ട്. യഹോവയാണ് സകലത്തിനും മീതെ സർവശക്തനും സ്നേഹസമ്പൂർണനും മഹാകാരുണ്യവാനുമെന്ന് തിരിച്ചറിയുവാൻ ഇടയാവുകയും നമുക്ക് പ്രതികൂലങ്ങളുടെ നടുവിൽ വിടുതൽ ലഭിക്കുവാനായിട്ട് ഇടയാകുകയും ചെയ്യും. ആ നല്ല അനുഭവങ്ങളിലേക്ക് നയിക്കുന്നതിന് ഇന്നത്തെ വചന ചിന്ത സങ്കീർത്തന ധ്യാനം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഇവിടെ നിർത്തുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നാം യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ യോബ് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാകിയാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യന്റെ വാക്കുകേട്ട് അനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, നമുക്ക് വേണ്ടി നമ്മളെ കരുതുന്ന, പെറ്റമ്മയേക്കാൾ നമ്മെ ഉറ്റു സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കാം. അവൻ വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് നാം വളരെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയൊക്കെ ആയിരിക്കുമ്പോൾ വളരെ പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്ന നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കണം എന്നാണ് നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നാം ദീർഘനാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രിൻസിന് ദൈവം കൊടുത്ത വിടുതലിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സൺഡേ സ്കൂളിൽ അനേക കുഞ്ഞുങ്ങളെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട KP പച്ചായന്റെ മകൻ, കർത്താവേ, ഈ പ്രിൻസിന് നീ കൊടുത്ത വിടുതലിനായി സ്തോത്രം. കർത്താവേ, ആ സൗഖ്യത്തിൽ നിലനിൽപ്പാൻ ദൈവമേ ഇടിയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് ഈശോ അങ്കിളിന് കൊടുത്ത വലിയ വിടുതലിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ബ്രെയിനൊരു സർജറിയൊക്കെ ആവശ്യമായിരുന്ന സമയത്ത് എമർജൻസി ആയി ചെന്നപ്പോൾ അവിടെ പോസ്റ്റ് ചെയ്യുന്ന രോഗി ഡിലേ ആയതുകൊണ്ട് ഈശോ അങ്കിളിന് തക്ക സമയത്ത് സർജറി ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്നത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോ അങ്കിളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി അനുഭവിച്ചറിയുവാൻ ദൈവം കൊടുത്ത സാഹചര്യത്തിനായി സ്തോത്രം. ആരോഗ്യത്തോടെ ഇവിടെ കടന്നു വന്ന് നമ്മയൊക്കെ കാണുവാൻ, യാത്ര ചെയ്യുവാൻ കർത്താവ് കൊടുത്ത വലിയ വിടുതലിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ലൂക്ക് മോഹൻ കൊടുത്ത വിടുതലിനായി സ്തോത്രം ചെയ്യാം. എൻ്റെ പൈതൽ 10 മാസം പ്രായമുള്ള പിഞ്ചു പൈതൽ ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുന്നു. പ്രിയ പൈതലിന് വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. വലിയൊരു ഹോസ്പിറ്റൽ ചികിത്സയിലായിരിക്കുന്ന നമ്മുടെ മാത്യു തോമസ് ബ്രദറിനായി അങ്കിളിനായിട്ട് പ്രാർത്ഥിക്കാം. നിന്റെ മകന് ദൈവത്തിന്റെ വലിയ കൃപ ആവശ്യമുള്ള ഈ സമയത്ത് നമുക്ക് കൂട്ടായ്മയായി പ്രിയ മകന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരി വളരെ വേദനയിലായിരിക്കുന്നു. കർത്താവേ, അത്ഭുതം പ്രവർത്തിക്കണമേ. കർത്താവ് വളരെ ആരോഗ്യത്തോടെ പ്രിയ അങ്കിൾ കടന്നു വന്ന് നമ്മൾക്ക് ഒരുമിച്ച് കർത്താവേ നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. CB MRI റിപ്പോർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. റിപ്പോർട്ടൊക്കെ ലഭിച്ച് വളരെ അനുയോജ്യമായ ട്രീറ്റ്മെന്റ് ലഭിപ്പാൻ ഇടയാകണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഗോരിതങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഹാർട്ടിനോടുള്ള പ്രതികൂലത്തിന്റെ ബന്ധത്തിൽ ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിലായിരിക്കുന്നു. പ്രിയമാന് കൊടുത്ത വിടുതലിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട MS കുര്യൻ അങ്കിളിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയ MS കുര്യൻ അങ്കിൾ പ്രതികൂലത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപ ലഭിക്കുന്നതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അമേരിക്കയിലുള്ള പ്രിയപ്പെട്ട നമ്മുടെ സജി ബ്രദറിനായിട്ട് പ്രാർത്ഥിക്കാം. നീണ്ട വർഷങ്ങൾ ഒരുമിച്ച് ആരാധിച്ച ഒരു നല്ല ചെറുപ്പക്കാരൻ,
നിന്റെ മകന് ഈ സമയത്ത് ദൈവത്തിന്റെ വലിയ കരുതൽ ആവശ്യമായിരിക്കുന്ന ഈ അവസരത്തിൽ വേഗം കടന്നു ചെല്ലുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വിടുതൽ അനുഭവിച്ചറിയുവാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ജസ്റ്റിൻ മോനെ ഓർത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ മകൻ ചികിത്സയിലായിരിക്കുന്നു. ഇപ്പോൾ വോക്കിംഗ് സ്റ്റിക്കിലൊക്കെ പിടിച്ച് നടക്കുമെന്നാണ് ഇന്ന് മേഴ്സി പറഞ്ഞത്. പ്രിയമകന്റെ നമ്മുടെ റിബിൻ എൻ്റെ വൈഫ് ജിജി ഒരു ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ മകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ലഭിക്കുന്നതിനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ ദീർഘനാളുകൾ ആരാധിച്ചു കൊണ്ടിരുന്ന അൽക്കോസിലെ പ്രിയപ്പെട്ട ഫിലിപ്പച്ചായന്റെ സഹോദരമണി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ആ കുടുംബത്തിന്റെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ കരുതലും സ്നേഹവും ഈ പ്രതികൂല അവസരം അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഷാർജയിൽ നിന്ന് വരുന്ന പ്രിയ ബേക്കുടിച്ചായൻ ഒരു കോൺട്രാക്ട് സർജറി ഒക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്നു. പരിപൂർണ വിടുതലിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മിഷൻസ് ഇന്ത്യ പ്രസ്ഥാനത്തിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ വരുന്ന ഈ നവംബർ മാസം 26 മുതൽ കെസ്വി കൺവെൻഷൻ ആരംഭിക്കുകയാണല്ലോ. നോർത്ത് ഇന്ത്യയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുമുള്ള എല്ലാ മിഷണറിമാരും കുടുംബങ്ങളും ഒക്കെ സംബന്ധിക്കുന്ന ഒരു വലിയ കൺവെൻഷനാണ് കെസ്വി കൺവെൻഷൻ. അതിന്റെ വലിയ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകര് തുടർന്നും ദൈവ വേലയിലേക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ, വേലയിലായിരിക്കുന്നവർ ദൈവസന്നിധിയിൽ ഉറപ്പിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ വലിയ കരുതൽ അനുഭവിപ്പാൻ ഈ കൺവെൻഷൻ മൂലം ഇടയാകണമേ. അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും ദൈവത്തിന്റെ കൃപയാവരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏകദേശം 600-ലധികം മിഷണറിമാർ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അവർ മിഷണറി കുടുംബങ്ങൾ, അവരിൽ കൂടെ ദൈവഭാഗത്തോട്ട് കടന്നു വന്ന വിശ്വാസികൾ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ AGM ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ നെൽസൺ ബ്രദർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. AGM-ന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ വയനാട്ടിലുള്ള ഓൾഡ് ഏജ് ഹോമിനായിട്ട് പ്രാർത്ഥിക്കാം. അവിടെയുള്ള എല്ലാ അന്തേവാസികളെയും അവർക്ക് നേതൃത്വം നൽകുന്ന കൃഷ്ണൻ ബ്രദറിനെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ ശുശ്രൂഷകളെയും ദൈവം മാനിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദീർഘവർഷങ്ങൾ നല്ല നേതൃത്വം നൽകുന്ന പ്രിയ ബേക്കുടിച്ചായന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അബ്രഹാമിനെ തന്റെ വാർദ്ധക്യത്തിലും അനേകർക്ക് അനുഗ്രഹമാക്കി തീർത്ത ദൈവം കർത്താവായ യേശുക്രിസ്തുവേ ദൈവത്തിന്റെ വലിയ കരുതൽ അനുഭവിപ്പാൻ, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ തുടർന്നും ബേക്കുടിച്ചാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല ആരോഗ്യം ലഭിക്കുന്നതിനായി, സമാധാനവും സന്തോഷവും ലഭിക്കുന്നതിനായി പ്രിയപ്പെട്ട ബേക്കുടിച്ചാനെയും അമ്മയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇപ്പോൾ നല്ല നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയ ജ്യേഷ്ഠ സഹോദരന്മാർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ബാബുചായൻ, രായൻ ചായൻ, തോമസ് കുട്ടി ബ്രദർ, അതുപോലെ നമ്മുടെ കൊയർ മെമ്പേഴ്സ്, നമ്മുടെ ടെക്നോളജി കൈകാര്യം ചെയ്യുന്നവർ, ഇതിനും ചെറുതും വലുതുമായ എല്ലാ കൈത്താങ്ങലും നൽകി തരുന്ന എല്ലാവരെയും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണീരിനെ മാനിക്കുന്ന ദൈവം, നമ്മുടെ ഓരോ ഉൾപ്പുകളെയും അറിയുന്ന ദൈവം, അവരെ വാസ്തവമായി അനുഗ്രഹിക്കുന്നതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ഇടയിൽ വചനവുമായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷെറിൻ വിനോദ് സിസ്റ്ററിനായി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടതായ തക്കതായ ഒരു വചനം പ്രിയ മകൾ കൂടി ലഭിക്കുന്നതിന് ദൈവമേ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സകല ആവശ്യങ്ങളും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് രാവിലത്തെ ആരാധനയിൽ നമ്മുടെ ജിജോ മുത്തേരി അച്ഛൻ പറഞ്ഞത്, ഒരു ആട്ടിടയൻ തന്റെ ആടുകളെ സംരക്ഷിക്കുവാൻ ആ ആടിൻ കൂടിന്റെ കുറുകെ, അതിന്റെ വാതിലിന് കുറുകെ കിടക്കുന്നത് പോലെ നമ്മയൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ശത്രു അകത്തു വരാതെ നമ്മെ ദൈവം പരിപാലിച്ചത്. ദൈവത്തിന്റെ വലിയ കരുണയ എത്ര വലുതാണെന്ന് ഇന്നത്തെ വചനത്തിൽ സുഷിൽ കൂടി ഇന്ന് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് ആ കൂട്ടിൽ നിന്ന് ഇറങ്ങി തെറ്റിപ്പോകാതെ നിൽക്കുന്നതിനും ശത്രുക്കൾ കടന്നു വന്ന് നമ്മെ നശിപ്പിക്കാതിരിക്കുന്നതിനും ദൈവം ആ ആട്ടിൻകൂടിന്റെ കുറുകെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വലിയ കരുണയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കുറവുകളെ ഏറ്റുപറയാം. ദൈവം നല്ല കൂട്ടായ്മയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതുപോലെയുള്ള സൗകര്യങ്ങൾ എത്ര നാളുകൾ ലഭിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം.
നമ്മുടെ എല്ലാ വിഷയങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പലരും പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുന്നു. നാട്ടിലുള്ള മാതാപിതാക്കളെ കുറിച്ച് ചിന്തിച്ച് വേദനിക്കുന്നവർ, നാട്ടിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്നവർ, അവർ ഭാവിയെ ഓർത്ത് വേദനിക്കുന്നവർ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെയുള്ള എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ദിവസം ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ, ദൈവത്തിന്റെ വലിയ വിടുതൽ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടാതെ ഉള്ളിൽ വിങ്ങുന്ന എല്ലാ നമ്മുടെ സഹോദരങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വിഷയങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ വെച്ച വിഷയങ്ങളൊക്കെ ദൈവമേ നീ ശ്രദ്ധ വെച്ച കേട്ടതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച അവസരങ്ങളിൽ ഞങ്ങളുടെ കുറവുകൾ കണക്കിടാതെ, ഞങ്ങളുടെ പരിമിതികൾ കണക്കിടാതെ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്ന ദൈവമേ, നീ ഞങ്ങളെ ഇന്നും അനുഗ്രഹിക്കാൻ മതിയായ ദൈവമെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങൾ പേര് പറഞ്ഞ എല്ലാ രോഗികളെയും ദൈവമേ നീ അത്ഭുതകരമായി സൗഖ്യമാക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദൈവകുറിച്ച് നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. എന്റെ മകനെ വളരെ ദൈവകൃപ ആവശ്യമുള്ള ഈ കാലങ്ങളിൽ ദൈവത്തിന്റെ വലിയ കൃപ അനുഭവിപ്പാൻ, ദൈവത്തിന്റെ പുതിയ അഭിഷേകം അനുഭവിപ്പാൻ ദൈവം ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രായിച്ചാന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ മകന് ദൈവത്തിന്റെ വലിയ സാമീപ്യം അനുഭവിച്ചറിയുവാൻ തുടർന്നും നിന്റെ മകനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പ്രിയ പാവുച്ചായൻ, നമ്മുടെ തോമസ് കുട്ടി ബ്രദർ, നമ്മുടെ സജി ബ്രദർ, നമ്മുടെ കൊയർ അംഗങ്ങൾ, അങ്ങനെയുള്ള എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് വചനമായി കടന്നു വന്നിരിക്കുന്ന കർത്താവെ പ്രിയ വിനോദിനെയും ഞങ്ങൾ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് വേണ്ട വചനം ഇന്ന് ലഭിപ്പാൻ തക്കവണ്ണം ദൈവമേ ഇടയാക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരമുള്ള യേശുവിന്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങളുടെ സകല ആവശ്യങ്ങളും സമർപ്പിക്കുന്നു കർത്താവെ. നിന്റെ മഹത്വം കടന്നു പോകുവാൻ നീ ഞങ്ങളെ ആക്കി വെക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവെ നിന്നെ സാക്ഷ്യമായി ജീവിപ്പാൻ തുടർന്നും ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന വന്ന് പ്രോത്സാഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയിലായിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനായി നമുക്ക് സ്തോത്രം കരയറ്റാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഒരു സങ്കീർത്തന ധ്യാനം ഇന്ന് നമ്മൾ കേട്ടു. വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ള നാം കടന്നുപോയി. ഹല്ലേലൂയ. എന്നാൽ ഈ സമയം അല്പസമയം കർത്താവിനെ ആരാധിക്കുവാനായി നാം ഉപയോഗപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളെല്ലാം നമ്മുടെ യേശുവിന്റെ മുമ്പിൽ തുറന്നു വെക്കുമ്പോൾ അവൻ നമ്മളെ ഹല്ലേലൂയ തൊടുന്ന ഒരു ദൈവമാണ്. നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമാവുമ്പോൾ അവൻ അവന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ പ്രശ്നങ്ങളുമേൽ അയക്കും. ഹല്ലേലൂയ. അവൻ വിടുതലയക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് സങ്കീർത്തനം 83 തന്റെ ദാസൻ ഹല്ലേലൂയ പ്രാരംഭവാക്യത്തിൽ ഇങ്ങനെയാ പറഞ്ഞത്: ദൈവമേ നീ മിണ്ടാതെ ഇരിക്കരുത്, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ പല സമയങ്ങളിൽ നാമും ഇതുപോലെ കർത്താവിനോട് യാചിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, എന്താണപ്പാ എന്റെ പ്രശ്നത്തിന്റെ മേലൊരു താമസം? എന്താണ് കർത്താവേ നീ മിണ്ടാതെ ഇരിക്കുന്നത്? കർത്താവേ നീ മിണ്ടാതെ ഇരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും പലപ്പോഴും കണ്ണീരോടുകൂടി യാത്രയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ തുടർന്ന് ഈ അധ്യായം വായിക്കുമ്പോൾ നിന്റെ മകൻ വളരെ വിശദമായി അതിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. കർത്താവേ, ശത്രു എന്റെ നേരെ ജയം കൊള്ളുവാൻ നീ ഇടവരുത്തരുതെന്ന് ഈ സങ്കീർത്തനം പറയുകയാണ്. ഹല്ലേലൂയ. നീ അതിനെ പൊടി കൊണ്ട് തീയും കൊണ്ട് ഹല്ലേലൂയ അതിനോട് എതിരിടണമെന്ന് ഈ സങ്കീർത്തനക്കാരൻ കർത്താവിനോട് യാചിക്കുകയാണ്. അവസാന ഭാഗം ഇങ്ങനെയാ പറഞ്ഞത്: അങ്ങനെ അവർ യഹോവ എന്നുള്ള നാമം നീ മാത്രം സർവഭൂമിക്കും മീതെ അത്യുന്നതൻ എന്ന് അറിയും. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും പ്രശ്നത്തിന്റെ മേൽ ഒരു വിടുതൽ കർത്താവ് അയച്ചു കഴിയുമ്പോൾ എന്നെ നോക്കി പറഞ്ഞിട്ടില്ലേ, അനേകര് പറഞ്ഞിട്ടില്ലേ, ഈ മകനെ കർത്താവ് എത്ര വിടുവിച്ചു. ഹല്ലേലൂയ. ജോലിയില്ലാതെ ഭാരപ്പെട്ട് വിടുവിച്ചപ്പോൾ എത്ര പേര് പറഞ്ഞു ഹല്ലേലൂയ ദൈവം വിടുവിച്ചു എന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ അത്ഭുതമേറിയ വചനമാണ് നമ്മൾ കേട്ടത്. പല വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. എന്നാൽ ഹല്ലേലൂയ അതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിന്നാണ്. ഹല്ലേലൂയ. ആരോഗ്യമുള്ളവർ എഴുന്നേറ്റ് നിന്ന് ആയിരിക്കുന്ന ഇടത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹല്ലേലൂയ
അല്പസമയം കർത്താവിനെ എല്ലാം മറന്ന് നാം ആരാധിക്കാനായി പോവുകയാണ്. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇങ്ങനെയാ പറയുന്നത്, എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തുന്നതിനാൽ എൻ്റെ ജീവിതത്തിന്റെ ഭാരങ്ങളിൽ കർത്താവെ ഞാൻ കരയേണ്ടതായിട്ടുണ്ടോ? ഇതൊരു സഹോദരി എഴുതി. ഹല്ലേലൂയ. തന്റെ രോഗത്തിന്റെ തന്റെ ഭാരത്തിന്റെ മധ്യത്തില് ഹല്ലേലൂയ കർത്താവിനോട് യാചിച്ച കർത്താവ് നിന്റെ മകൾക്ക് കൊടുത്ത വരികളാണ്. അവൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, എന്റെ വേദന മാറിയിടുമേ, എന്റെ രോഗങ്ങൾ നീങ്ങിടുമേ. അതെ, അവിടുത്തെ മാറിവിൽ ഞാൻ ചാരിടുമ്പോൾ ഓ ഞാനൊരു ഭാഗ്യവാനായി ഭാഗ്യവതിയായി തീരും എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. ഈ പാട്ട് നമ്മൾക്ക് ഒരുമിച്ച് കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് പാടാം. എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തുന്നതിനാൽ എൻ്റെ ജീവിതത്തിന്റെ ഭാരങ്ങളിൽ കർത്താവെ ഞാൻ കേഴേണ്ടതായിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ഹാപ്പിയുടെ സഹോദരി തന്റെ രോഗക്കിടക്കയില് തന്റെ പ്രയാസത്തിന്റെ മധ്യത്തില് മകൾ എഴുതിയാണ്, ജീവിതത്തിന്റെ സാഗരത്തില് ഭാരങ്ങളാൽ ഞാൻ കഴിയുമ്പോൾ ആ തോണി ഹല്ലേലൂയ കർത്താവേ അലഞ്ഞിടുന്ന സമയത്ത്, ആ തോണിയിൽ നാം വലഞ്ഞിടുന്ന സമയത്ത് അമരത്തിന്റെ അമരം നിയന്ത്രിക്കുന്നവനായി എന്റെ കർത്താവ് ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി എഴുതിയ പാട്ട് നമുക്ക് ഒരുമിച്ച് ധ്യാനിച്ചു പാടാം. എൻ പ്രിയ നിൻ പൊൻകരം. എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങുന്നത്, ആ കരം എന്നെ താങ്ങുന്നതിനാണ്. എന്നെ താങ്ങി നടത്തിയിടുന്നതാ എൻ ജീവിത ഭാരങ്ങളാ കേഴണമോ ഈ ഭൂവിൽ. എൻ ജീവിത ഭാരങ്ങളാ കേഴണമോ ഈ ഭൂവിൽ. പ്രിയാ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടുന്നതാ എൻ ജീവിത ഭാരങ്ങളാ കേഴണമോ ഈ ഭൂവിൽ. എൻ ജീവിത ഭാരങ്ങളാ കേഴണമോ ഈ ഭൂവിൽ. എൻ വേദന മാറിയിടുമേ, എൻ രോഗങ്ങൾ നീങ്ങിടുമേ. എൻ വേദന മാറിയിടുമേ, എൻ രോഗങ്ങൾ നീങ്ങിടുമേ. മാറിവിൽ ഞാൻ ചാരിടുമ്പോൾ ഞാനെന്തോ ഭാഗ്യവാനാ. അങ്ങേ മാറിൽ ചാരിടുമ്പോ ഞാനെന്തോ ഭാഗ്യവാനാ. എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടുന്നതാ എൻ ജീവിത ഭാരങ്ങളാ കേഴണമോ ഈ ഭൂവിൽ. എൻ ജീവിത ഭാരങ്ങളാ കേഴണമോ ഈ ഭൂവിൽ. ജീവിതത്തിന്റെ സാഗരത്തില് ജീവിത സാഗരേ ഭാരങ്ങളാ
അമരക്കാരനായി എന്നോട് ചേർന്നുള്ളത് കൊണ്ട് പെറ്റമ്മ മാറിയാലും ആരെല്ലാം എന്നെ കൈവിട്ടാലും എന്നെ കൈവിടാത്തൊരു അരുമനാഥൻ നമ്മോട് ചേർന്നുണ്ട്. ഒരു ഗാനം കൂടി നമ്മൾക്ക് പാടി കർത്താവിനെ ആരാധിക്കാം. ഓ യേശുവേ, ഹല്ലേലൂയ, നിന്നെ ഞാൻ ആശ്രയിക്കുകയാണ്. ഹല്ലേലൂയ, നന്ദിയാലെ എന്റെ ഉള്ളം പൊങ്ങുകയാണ്. കാരണം നീ എന്നെ വിടുവിക്കാൻ മതിയായ ദൈവമാണെന്ന് ഈ പകൽക്കാലം ഒരിക്കൽ കൂടി ഞാൻ ഏറ്റുപറയാം. അതുകൊണ്ട് നമുക്ക് പാടാം, നന്ദിയാൽ എന്നുള്ളം പൊങ്ങുന്നേ. കാരണം നിന്റെ കൃപ, നിന്റെ വല്ലഭത്വം എനിക്ക് വലുതാണ്. ഹല്ലേലൂയ, അതുകൊണ്ട് പാടാം, നന്ദിയാൽ എന്നുള്ളം പൊങ്ങുന്നേ. വല്ലഭാ, നിൻ സ്നേഹമോക്കുമ്പേ വർണ്ണിച്ചിടാൻ സാധ്യമല്ല. എന്റെ ജീവിതത്തിൽ നീ ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിച്ചിടാൻ സാധ്യമല്ല. കരങ്ങളടിച്ച് ഹല്ലേലൂയ കർത്താവിനെ പാടി നമുക്ക് ആരാധിക്കാം. ആമേൻ. ഉള്ളം പൊങ്ങുന്നേ, വല്ലഭാനിൻ സ്നേഹമോർക്കുമ്പോ ഉള്ളം പൊങ്ങുന്നേ, വല്ലഭാനിൻ സ്നേഹമോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ഒരു പാപിയായിരുന്നേ പഞ്ചേറ്റിൽ നിന്ന് കയറ്റി, ഒരു പാപിയായിരുന്നേ പഞ്ചേറ്റിൽ നിന്നും കയറ്റി, ക്രിസ്തുവാകും പാറമെത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ. ക്രിസ്തുവാകും പാറമെത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ. നന്ദിയാലെന്നുള്ള പൊങ്ങുന്നേ, വല്ലഭാനിൻ സ്നേഹമോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വൻശോധനാവേളയിൽ ഈ ചൂളയിൻ നടുവിൽ, വൻശോധനാവേളയിൽ ഈ ചൂളയിൻ നടുവിൽ ചാരത്തടഞ്ഞു രക്ഷിച്ച മഹാകാന്തനെ നിസ്സേവമോർക്കുമ്പോൾ, ചാരത്തടഞ്ഞു രക്ഷിച്ച മഹാകാന്തനെ നിസ്സേവമോർക്കുമ്പോൾ നന്ദിയാലുള്ള പൊങ്ങുന്നേ, വല്ലഭാനിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാലുള്ള പൊങ്ങുന്നേ, വല്ലഭാനിൻ സ്നേഹമോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ഈ ലോകനാഥ ശാന്തിയൻ നിറച്ച സ്നേഹവാൻ, ഈ ലോകനാഥ ശാന്തിയൻ നിറച്ച സ്നേഹവാൻ, എന്ന് കാത്തിടുന്നേ നിത്യൻ കാന്തയാകൻ കൂടെ വാഴുവാൻ. എന്നും കാത്തിടുന്നേ നിത്യം കാന്തയാകൻ കൂടെ വാഴുവാൻ. നന്ദിയാലുള്ള പൊങ്ങുന്നേ, വല്ലഭാനിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാലെന്നുള്ള പൊങ്ങുന്നേ, വല്ലഭാനിൻ സ്നേഹമോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ഓ ഗ്ലോറി, വർണ്ണിച്ചിടാൻ സാധ്യമല്ല, വർണ്ണിച്ചിടാൻ
സാധ്യമല്ല. Hallelujah. നിന്റെ ജീവിതത്തിൽ Praise the നീ Lord. ചെയ്ത Praise the Lord. ഓ Praise the Lord. ക്രിയകൾ, Hallelujah. ഓ നീ ചെയ്ത അനുഗ്രഹങ്ങൾ, ഈ Praise the ലോകം Lord. ഹല്ലേലൂയ പരമ Praise the Lord. ശാന്തി നീ തന്നവൻ. Hallelujah. ഹല്ലേലൂയ. സ്തോത്രം. ഓ നന്ദിയോടെ സ്തോത്രം പറയാം. Amen, amen. കരങ്ങൾ ഉയർത്തി പാടുവന്ന കൃപയ്ക്കായി, ആരാധിക്കുവന്ന കൃപയ്ക്കായി സ്തോത്രം പറഞ്ഞിരുന്നാട്ടെ. ഹല്ലേലൂയ. 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 ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും, സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഈ ഹാളിലായിരിക്കുന്നവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇപ്രകാരം കൂടി വരുവാൻ ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് നന്ദി കരയറ്റാം. നമ്മളെ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ആദ്യകാലങ്ങളിലെ ദീർഘവർഷങ്ങളെ നമ്മോട് ഒന്നിച്ച് കൂട്ടായ്മ അനുഭവിച്ച് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റിയ ഒരു കത്തുദാസനാണ് ജോൺ ഫിലിപ്പ്. ഫിലിപ്പച്ചാൻ നമ്മൾ സ്നേഹത്തോടുകൂടി വിളിക്കും. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കഴിഞ്ഞ ദിവസം ഈ ലോകത്ത് നിന്ന് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു. ഇന്ന് സംസാര ശുശ്രൂഷകളെല്ലാം അനുഗ്രഹപൂർണമായി നടന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയദാസനെ, കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രയർ ഗ്രൂപ്പ് ഈ ദുബൈയിൽ തുടങ്ങിയിട്ട് 40 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. കഴിഞ്ഞ 40 വർഷം ദൈവം അത്ഭുതകരമായി ഈ രാജ്യത്ത് നമ്മളെ നിലനിർത്തി. ഇതിന് നേതൃത്വം തന്നവരെ എല്ലാവരെയും നമ്മളെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ടല്ലോ. ഈ ലോകത്ത് ഇന്ന് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടവരുണ്ട്. അങ്ങനെ പലതരമായ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. പ്രിയ കുട്ടിയുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശാരീരികമായ ചില ബലഹീനതകളൊക്കെ ഉണ്ടെങ്കിലും ദൈവം കത്തുദാസിനെ കാത്തു പരിപാലിക്കുന്നു. ഈ നാളുകളിൽ നമുക്ക് നേതൃത്വം തന്നിരിക്കുന്നവരെ ഒക്കെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പ്രിയ രാജനും ലെനിയും കഴിഞ്ഞ വ്യാഴാഴ്ച നാട്ടിലേക്ക് പോയിരിക്കുന്നു. രാജനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ട്രീറ്റ്മെൻറ്റിൽ കൂടി കടന്നു പോകുന്നു. പ്രോസ്റ്റേറ്റിൻ്റെ ഒരു ചെറിയ പ്രയാസമുണ്ട്. ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുത്തു. എന്നാൽ എവരി 3 months ഒരു ഇഞ്ചക്ഷനുണ്ട്. ആ ഇഞ്ചക്ഷന് വേണ്ടി കടന്നു പോയിരിക്കുകയാണ്. പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. പ്രിയദാസൻ്റെ ആ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് സൗഖ്യത്തോടെ മടങ്ങി വരുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ പ്രിയ പ്രിൻസ് മടങ്ങി വന്നു. കഴിഞ്ഞ 18-ാം തീയതി വന്നു. 19-ാം തീയതി തുടങ്ങി ജോലിക്ക് പോകാൻ തുടങ്ങി. ചെറിയ പ്രയാസങ്ങളുണ്ട്, എന്നാൽ ദൈവം അവരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിൻസും ജാൻസിയും വളരെ വിശ്വാസത്തോടുകൂടി ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ മുന്നോട്ട് ജീവിക്കുന്നു. അവരെയും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം. നമ്മളെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അനേക വിഷയങ്ങൾ പ്രാർത്ഥിച്ചല്ലോ. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ തോമസ് ഊട്ടി നാട്ടിലേക്ക് ഫ്യൂ ഡേയ്സ് ബുധനാഴ്ച മടങ്ങി വരും. സജി നാട്ടിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയിരിക്കുന്നു. ഈ ആഴ്ച മടങ്ങി വരും. അങ്ങനെ യാത്രയിലൊക്കെ ആയിരിക്കുന്നവരെയൊക്കെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മളെല്ലാ വർഷവും നടത്തുന്ന പോലെ ജാനുവരി 1-ാം തീയതി നമ്മുടെ വർഷാരംഭം പ്രയർ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മളെ പ്രാർത്ഥിക്ക്. നമുക്ക് തക്കതായിട്ടുള്ളൊരു ദൈവദാസനെ ദൈവം കൂട്ടിവരുത്തുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാ വർഷത്തെയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം തരുവാൻ ഓരോ വർഷവും ദൈവം അതിന് ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ വർഷവും തക്കതായിട്ടുള്ള ഒരാളിനെ ലഭിക്കത്തക്കവണ്ണം ദൈവം വഴികളെ ഒരുക്കട്ടെ. ജാനുവരി 1-ാം തീയതിത്തെ പ്രയറിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് ഈ ഹാളിൽ കൂടി വരുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കണം. എല്ലാം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ യൂത്ത് ഹോസ്റ്റലിൻ്റെ മാനേജ്മെൻറ്റൊക്കെ ചിലപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചേഞ്ച് വരുന്ന അനുസരിച്ച് ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. എന്നാൽ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടി ജോലിക്കാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് സങ്കീർത്തനത്തിൽ കൂടി ധ്യാനിച്ചതുപോലെ, മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ കേട്ടതുപോലെ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ മതി. ദൈവം പ്രവർത്തിക്കും, ദൈവം അതിന് പ്രതിഫലം തരും. പ്രാർത്ഥനയിൽ പ്രത്യേകം ഈ വിഷയങ്ങളൊക്കെ ഓർക്കണം.
തുടർന്നുള്ള നമ്മുടെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹപ്രദമായി തീരുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മളോട് കൂടെ നമ്മുടെ മധ്യേ ആയിരിക്കുന്ന മിസസ് ഷെറിൻ വിനോദ്, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, നേരത്തെ 1-2 പ്രാവശ്യം പ്രിയ ഷെറിൻ ഇവിടെ കടന്നു വന്ന് നമുക്ക് വചന ശുശ്രൂഷ നിർവഹിച്ചിട്ടുണ്ട്. ഷാർജ മർത്തോമ ഇടവക അംഗമാകുന്നു. ഏത് സമയത്ത് നമ്മളൊരു വിഷയം പറഞ്ഞാലും വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ച് നമ്മുടെ മധ്യേ കടന്നു വരുന്നു. ഇന്ന് വചനവുമായി നമ്മുടെ മധ്യേ ആയിരിക്കുന്നു. എന്നോട് ഒന്ന് അപേക്ഷിച്ചിട്ടുണ്ട്, പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നമ്മളെ പ്രത്യേകം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കട്ടെ. ദൈവം നമുക്ക് വെച്ച് തരുവാനുള്ള വചനം പ്രിയ ഷെറിനിൽ കൂടി നമുക്ക് നൽകി തരത്തക്കവണ്ണം ദൈവാത്മാവ് പ്രിയ മകളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. പ്രിയ മകളുടെ ശുശ്രൂഷകളും കുടുംബവും അനുഗ്രഹപ്രദമായ രീതിയിൽ മുന്നോട്ട് ആയിരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ മിസസ് ഷെറിൻ വിനോദിനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചോളും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി വിശ്വാസികളുടെ മധ്യയിൽ ദൈവത്തെ ഉയർത്തിപ്പിടിക്കുവാൻ, അനുഭവത്തിലൂടെയും ജീവിതത്തിൽ കണ്ടുമുട്ടിയ ആ ദൈവത്തെ പറ്റിയും പറയുവാൻ ദൈവം ചെയ്തു തന്ന സാവകാശത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തോമസ് അങ്കിള് നമുക്ക് എല്ലാം അതായത് ഏറ്റവും മുന്നിൽ നിൽക്കാൻ ഒരാള് കൂടെയുള്ളതാണ് നമ്മുടെ ഒരു ബലം. തോമസ് അങ്കിളിനെ ഇവിടെ വന്നുള്ള പരിചയമാണെങ്കിലും ഇടയ്ക്ക് ഷാർജ മർത്തോമ പള്ളിയില് സീനിയർ സിറ്റിസന്റെ നാമത്തിലുള്ള എന്ത് പരിപാടികളുണ്ടെങ്കിലും പലയിടത്തും തോമസ് അങ്കിളിനെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ എനിക്ക് എന്തോ ഇവിടെ വന്നുള്ള ആ ഒരു ബന്ധത്തിൽ എൻ്റെ അടുത്ത ഒരാള് കാണുന്ന ഒരു സന്തോഷവും ആ സ്നേഹവുമാണ്. ആ ഒരു സ്നേഹത്തിലാണ്, ആ ഒരു സന്തോഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നതും. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയാനാണെങ്കിൽ ഈ പ്രേയറിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പം തൊട്ട് ദൈവവുമായിട്ടുള്ള ഒരു സംസാരത്തിൽ നമുക്ക് ആകുവാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇവിടെ വന്നിരിക്കുന്ന പ്രാർത്ഥിച്ച് പാട്ടുപാടി അത് കഴിഞ്ഞ് സാധാരണ ഉള്ള ഒരു ചടങ്ങായിട്ട് നമുക്ക് വെച്ചിരിക്കുക ഓപ്പണിംഗ് പ്രെയർ, പാട്ട്, ഒരു പാട്ട് പാടും, അത് കഴിയുന്ന ഉടനെ വചനം, ക്ലോസിംഗ് പ്രെയർ. ഇതാണ് എല്ലായിടത്തും ചെന്ന് കാണുന്നത്. എന്നാൽ അതിലും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് ഒരു സങ്കീർത്തന ധ്യാനം, ഒരു ധ്യാനത്തിന് മുമ്പ് ഒരു ധ്യാനം, പിന്നെ ഒരു പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് ഒരു വർഷിപ്പ്, ഒരു മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാനും ഉറങ്ങും, അവിടെ ഇരിക്കുന്ന ആളും ചിലപ്പോൾ അങ്ങ് ഉറങ്ങും. കാര്യം ഒന്നുകിൽ നമ്മള് പല ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളതാണ്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് വേറൊരു ലോകത്തോട്ട് പോകും. എന്നിട്ട് അവിടുന്ന് പിന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആമേൻ കേൾക്കുമ്പോഴാണ് തിരിച്ചു വരുന്നത്. എന്നാൽ ഇവിടെ വന്നിരിക്കുമ്പോഴുള്ള എൻ്റെ ഒരു അനുഭവം വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാല്, ഇത്രത്തോളം മനോഹരമായ ആരാധനയും സങ്കീർത്തന ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തിനി ഞാൻ എണ്ണീച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, ഇന്നത്തേക്കല്ല ഈ ഒരു മാസത്തേക്കുള്ളതായി. കാരണം ആസാഫിന്റെ ഒരു സങ്കീർത്തനം പറഞ്ഞു പോയപ്പോൾ ആസാഫ് ആരായിരുന്നെന്ന് തൊട്ട് പറഞ്ഞു തുടങ്ങി. സംഗീതജ്ഞനായിരുന്നു, പ്രവാചകനായിരുന്നു. ഇതിനകത്തുനിന്ന് നമുക്ക് ആസാഫ് ആരായിരുന്നു എന്നുള്ളതിനെക്കാട്ടിൽ ഒരു വ്യക്തിയെ തന്നെ ദൈവം ഏതെല്ലാം അവസ്ഥയിലൂടെയൊക്കെ ഏതെല്ലാം കാര്യങ്ങളിൽ എടുത്തുപയോഗിക്കുന്നു. ആ ഒരു ആസാഫിന്റെ സങ്കീർത്തനം വിവിധങ്ങളായിട്ടുള്ള വികാര വിക്ഷോഭങ്ങളായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ജാതികളുടെ ഇടയിലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ള ഉറപ്പ് തന്നിട്ടാണ് അദ്ദേഹം ഇതിന് ഇറങ്ങിപ്പോയത്. ഏതിന്റെ മധ്യത്തിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ കഷ്ടതകളൊന്നും ഒരു കഷ്ടതയല്ല, ഇന്നത്തെ പ്രയാസങ്ങളൊന്നും ഒരു പ്രയാസമല്ല. സ്തോത്രം. നമ്മള് തോമസ് അങ്കിൾ പറയുണ്ടായി 40 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രെയർ. ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ പ്രെയർ ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നു 25 വർഷമായതാണെന്ന് തോന്നുന്നു, എവിടെയായിരുന്നു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 25. ഇവിടെ വന്നിരുന്നപ്പോഴാണ് 25 വർഷം ഇവിടെ കിടക്കുന്നു, 40 വർഷം ഇവിടെ കിടക്കുന്നു. അതായത് എനിക്ക് 1 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ പ്രെയർ ഗ്രൂപ്പായത്. ഇന്ന് സ്തോത്രം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ 84 മോഡലാ ഞാൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴ്, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ പേര് ഇതിന്റെ മധ്യത്തിലിരുന്നവര് ഇതിവിടെ നിന്ന് മാറ്റപ്പെട്ടു പോയി. ചിലപ്പോൾ ഒരു ജോലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാകാം, ചിലപ്പോൾ നാട്ടിൽ മാതാപിതാക്കൾ ഒറ്റയ്ക്കായി പോയത് കൊണ്ടാവാം,
ചിലപ്പോൾ തങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലാഞ്ഞിട്ടാവാം, ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാകാം, ചിലപ്പോൾ വന്ന ആവേശവുമായും പെട്ടി എടുത്തുകൊണ്ടല്ല പെട്ടിക്കുള്ളിലാക്കി പോകേണ്ട അവസ്ഥയും വന്നിട്ടുണ്ടാവാം. എന്നാൽ ഇവിടെ നിങ്ങളെ കൂട്ടിവരുത്തിയത്, നമ്മളെ ഒരുമിച്ച് കൂട്ടിവരുത്തിയത് ആ ദൈവ സ്നേഹമാണെങ്കിൽ ആ ദൈവം ഇനിയും ഇതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് നിർത്തും. ആരിലൂടെയാണെങ്കിലും ദൈവവചനം യഥാർത്ഥമായിട്ട് വിഭാഗിക്കപ്പെടുമ്പോൾ, തമ്പുരാനെ, ഇതിൽ കൂടെ എനിക്ക് എന്ത് നേടാൻ കഴിയും? ഇതിലൂടെ അങ്ങ് എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് വേണ്ടിയല്ല, എൻ്റെ സഹോദരന് വേണ്ടിയാണെന്നുള്ള ചിന്തയോടല്ല ഇരിക്കേണ്ടത്. എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ജീവിത പങ്കാളിയായിരുന്നു ഈ മെസ്സേജ് കേൾക്കേണ്ടത് എന്ന് ചിന്തയോടെ ഇരിക്കരുത്. ഇതെനിക്ക് വേണ്ടിയുള്ള മെസ്സേജാ. എൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. ഇന്ന് ഒരു ദിവസം കൂടെ എനിക്ക് കിട്ടുന്നെങ്കിൽ ആ ഒരു 24 മണിക്കൂർ എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്തിട്ട് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകാം. അതിപ്പോ ദുബായിൽ വെച്ചാവാം, കേരളത്തിൽ വെച്ചാകാം, ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചാവാം. എന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത നിമിഷം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് കിട്ടും കർത്താവെ എനിക്ക് തരണമേ എന്ന് പറയുന്നത്, എനിക്ക് എന്ത് കൊടുപ്പാൻ കഴിയും? എനിക്ക് തന്ന ജീവിതത്തിൽ നിന്ന് എനിക്ക് എന്ത് കൊടുപ്പാൻ കഴിയും എന്നുള്ള ചിന്തയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. അല്പസമയത്തെ നമ്മുടെ വേദചിന്തയ്ക്കായിട്ട് വിശുദ്ധ യൂദാ എഴുതിയ ലേഖനം ഒരു അധ്യായമേ ഉള്ളൂ, അറിയാമല്ലോ. അതിനകത്ത് 20ഉം 21ഉം വാക്യങ്ങൾ. യൂദാ എഴുതിയ ലേഖനം 20ഉം 21 അധ്യായം 20ഉം 21 വാക്യം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിന് നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് അല്പസമയം അവിടുത്തെ സന്നിധിയിലിരിപ്പാനും അല്പസമയം കർത്താവെ സൂമിലും ലൈവായിട്ടും വചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് തന്ന എല്ലാ സാഹചര്യങ്ങൾക്കായി നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ എത്ര അനുഗ്രഹീതരാണ്. ഞങ്ങളുടെ ആയുസിന്റെ ഒരു 2 മണിക്കൂർ വേർതിരിച്ച് കൈകൊട്ടി പാട്ട് പാടി അല്പസമയം ആബാ പിതാവേ എന്ന് നിന്റെ സന്നിധിയിൽ നോക്കി വിളിക്കുവാൻ തക്കവണ്ണവും അല്പസമയം അവിടുത്തെ ധ്യാനത്തിലായിരിക്കാൻ തക്കവണ്ണവും ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് അടിയങ്ങളുടെ കണ്ണുകളെയും ഹൃദയങ്ങളെയും ഏകാഗ്രമാക്കണമേ. ആമേൻ. എന്തിനാണ് പ്രാർത്ഥനകൾ? നമ്മൾ എന്തിനാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്? നമ്മളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നാട്ടിലൊക്കെ ഒരാഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ കുർബാന എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഷാർജ മർത്തമ പള്ളിയിൽ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ വെള്ളി, ശനി, ഞായർ 3 കുർബാനയുണ്ട്. പിന്നെ ഇതുകൂടാതെ ഓരോ ദിവസവും ഈ വീക്ക് ഡേയ്സ് ആണെങ്കിൽ ഒരു ദിവസം സേവികാ സംഘം, ഒരു ദിവസം പാരിഷ് മിഷന്റെ പ്രസംഗങ്ങള്, ഒരു ദിവസം കുഞ്ഞുങ്ങളുടെ കിഡ്സ് ആൻഡ് ടീൻസിന്റെ മീറ്റിംഗ്, ഒരു ദിവസം സൺഡേ സ്കൂള്, ഇങ്ങനെ എല്ലാ ദിവസവും പാക്ഡ് ആണ്. നാട്ടിലെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സംഘടനകളും അതിനുള്ള എല്ലാ പ്രായത്തിലും എല്ലാ കാറ്റഗറിയിലുമുള്ള ആൾക്കാർ ഓരോ സമയത്തും വന്ന് കൂടുന്നുണ്ട്. ഇന്നിപ്പോ രാവിലെ ഷാർജ മർത്തമ പള്ളിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ, ദുബായിലെ കാര്യം എനിക്ക് അത്ര അറിയില്ല, അതും ഏകദേശം ഒരുപോലെ ആയിരിക്കുമല്ലോ. എന്നാൽ രാവിലെ 7:30 ആകുമ്പോൾ നമ്മുടെ കുർബാന, അത് കഴിയുന്ന സമയത്ത് സൺഡേ സ്കൂള്, അത് കഴിയുമ്പോൾ യൂത്ത് ഫെലോഷിപ്പ്, പിന്നെ യുവജന സഖ്യം, വൈകിട്ട് പാരീഷ് മിഷന്, അങ്ങനെ നീളുന്ന അതിൻ്റെ ഇടയ്ക്ക് ഏരിയ മീറ്റിങ്ങുകൾ. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് 10:30 ഒരു ഫാസ്റ്റിംഗ് പ്രയറും ഉണ്ട്. ഇതിലെല്ലാം വചനം കേൾക്കുന്നുണ്ട്, ഇതിലെല്ലാം പാട്ട് പാടുന്നുണ്ട്, ഇതിലെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാം, എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ എന്തിനാണ് കൂടെയുള്ള വചന കേൾവി, എന്തിനാണ് എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്? പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിനൊക്കെയുള്ള ഒരു ഉത്തരമായിട്ടാണ് യൂദാ എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ യൂദാ എഴുതിയ ലേഖനം പഠനപരമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ചാൽ, പഠനമായിട്ട് നമ്മൾ പോകുന്നില്ല, എന്നാലും പഠനപരമായിട്ട് ചിന്തിച്ചാൽ, ഈ യൂദാ എഴുതിയ ലേഖനം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സഭയ്ക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആൾക്കാർക്കോ എഴുതിയതല്ല. യൂദാ എഴുതിയ ലേഖനം അതൊരു സാർവത്രിക ലേഖനമാണ്. അതായത് ഒരു യൂണിവേഴ്സൽ ലെറ്റർ. എല്ലാവർക്കും ലോകമുള്ള കാലത്തോളം, ലോകം നിലനിൽക്കുന്ന കാലത്തോളം ആർക്കൊക്കെ വേണോ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു ലേഖനം, ഒരു ലെറ്ററായിട്ടാണ് ഈ യൂദാ എഴുതിയ ലേഖനം കാണുന്നത്. ഇനി ഇത് ഏത് കാലഘട്ടത്തിൽ എഴുതി നോക്കിയാൽ AD 60-നും 80-നും ഇടയ്ക്ക്, ഇതൊന്നും നമ്മുടെ വിഷയമല്ല, എന്നാൽ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഈ യൂദായുടെ ലേഖനം ആർക്കെഴുതി എന്നുള്ളത് ആദ്യമേ കൊടുക്കുന്നുണ്ട്. ഇത് വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി എഴുതി. 1,
2, ഈ വിളിക്കപ്പെട്ടവരാരാ? വിളിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വിളിക്കപ്പെട്ടവരാരാ? ഒരു ഗണം അങ്ങനെ ഉണ്ടോ? വിളിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് നമ്മളാണ്. സാർവത്രിക ലേഖനമാണെന്ന് ഞാൻ പറഞ്ഞു. ലോകമുള്ള കാലത്തോളം എന്തോരം മനുഷ്യരുണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എഴുതിയ ലേഖനമാണെന്ന് ഞാൻ പറഞ്ഞു. വിളിക്കപ്പെട്ടവരായ നമ്മളാ. എന്നാൽ എന്തുകൊണ്ട് നമുക്കൊരു ലെറ്റർ എഴുതാൻ പ്രേരിപ്പിച്ചു? വിശ്വാസികളായിട്ടുള്ള എന്ന് പറയുന്ന വിശ്വാസിയാണ് ഞാൻ, ക്രിസ്ത്യാനിയാണ് ഞാൻ, ക്രിസ്തുവിനെ എല്ലാ ദിവസവും കാണുകയും ക്രിസ്തുവിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസികളുടെ ഇടയിലേക്ക് ചില ദുരുപദേശകന്മാർ നുഴഞ്ഞു കടന്നു വന്നിരിക്കുന്നു എന്ന് അതിന്റെ ആദ്യ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ചില ദുരുപദേശകന്മാർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവർക്കുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരാള് പറയുന്നതിനെക്കാട്ടിൽ മറ്റുള്ളവരുടെ മനസ്സുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളും? പോസിറ്റീവായിട്ട് പറയുന്നതിനെക്കാട്ടിൽ നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ ഏറ്റവും നോക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഒരു ഇന്റർവ്യൂവിന്റെ അതിനകത്ത് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യം തലക്കെട്ട് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ അത് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കും. ഒരിക്കലും അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല. ഷുഗർ കുറയ്ക്കാൻ 4 ഒറ്റമൂലി, അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അത് കേട്ടാലായി, കേട്ടില്ലെങ്കിലായി. എന്നാൽ ഷുഗർ മൂലം വന്ന് ഒറ്റമൂലി പ്രയോഗിച്ച് ഷുഗറിനെ വ്യത്യസ്തമായിട്ടുള്ള കഴിച്ച് എന്ത് ഫലമാണോ ഉണ്ടാകേണ്ടത് അതിന്റെ വിപരീതമായിട്ടുണ്ടായ ഒരാളെ പരിചയപ്പെടുത്തും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അത് വായിക്കും. കാരണം മനുഷ്യൻ അങ്ങനെയാണ്, അല്ലെ? അപ്പോൾ ഈ നുഴഞ്ഞുകയറ്റക്കാർ കുറെ ഈ ദേശത്ത് വന്നു കയറിയിരിക്കുന്നു, ഈ വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്ന വിശ്വാസികളുടെ മധ്യത്തിൽ വന്ന് കേൾക്കുന്നു എന്ന് കണ്ടപ്പോൾ അത് ഒരുപാട് കാലങ്ങൾ കൊണ്ട് അത് കാണുന്നുണ്ട്. വിശ്വാസികളുടെ നടുവിൽ നുഴഞ്ഞുകയറ്റക്കാർ വന്നിരിക്കുന്നു, ഇതുണ്ടാവാൻ പാടില്ല എന്ന് വെച്ച് എഴുതിയിരിക്കുന്നതാണ് യൂദ, വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി, വിശ്വാസികൾ എന്നുള്ളവർക്ക് വേണ്ടി. ഇനി അതിന്റെ തുടക്കത്തിൽ പറയുകയാണെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ ദാസനും എന്ന് പറഞ്ഞ ആരാ ഈ ലേഖനം എഴുതിയത്? ഒരു പ്രസംഗം കേട്ടപ്പോൾ ഇപ്രകാരം ഒരാൾ പറയുകയുണ്ടായി, നമ്മൾ കേൾക്കുന്ന വചനം പഠനപരമായിട്ട് തുടക്കത്തിൽ ഒരു ശകലം പറഞ്ഞില്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്കാർ ഏത് പേരാണോ കേൾക്കുന്നത് അവരെ എടുത്തിട്ട് വെച്ചങ്ങ് സാമ്യപ്പെടുത്തും. അതായത് യൂദ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒരൊറ്റ യൂദയുള്ള ആരാ? ഇസ്കരിയോത്ത യൂദ. അപ്പൊ ഒരു പ്രസംഗത്തിൽ ഒരാൾ പറഞ്ഞു, കാര്യം കർത്താവിനെ ഒറ്റിക്കൊടുത്തു, 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്ന് വഞ്ചിച്ച് ചതിച്ചെങ്കിലും മനുഷ്യർക്ക് വേണ്ടി ഒരു ലേഖനം എഴുതിയിട്ടായി ഇസ്കരിയോത്ത യൂദ പോയേക്കുന്നത്. അന്ന് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇത്രത്തോളം പ്രശ്നങ്ങളില്ലായിരുന്നു. മനുഷ്യർക്ക് വേണ്ടി ഇപ്പോഴും നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന, നമ്മൾ സഭയായി നമ്മൾ പഠിക്കേണ്ടിയ ഒരു ലേഖനം എഴുതിയിട്ടാ പോയെന്ന്. എന്നാൽ ആ യൂദയല്ല ഈ യൂദ, യേശുക്രിസ്തുവിന്റെ സഹോദരനായ, അർത്ഥ സഹോദരനായ യൂദയാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അല്പസമയം ആ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് പോലെ തന്നെ ഒരനുഭവം കൂടെ ഉണ്ടായി. കഴിഞ്ഞ ഷാർജ മർത്തമ പള്ളിയിലെ സന്ധ്യാ നമസ്കാരത്തിന് എനിക്ക് കിട്ടിയ ഒരു വിഷയം, ഓരോ ദിവസം ഓരോ സബ്ജക്റ്റാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ വിഷയം ക്രിസ്തുവിന്റെ അധികാരം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി 15 മിനിറ്റേ ഉള്ളൂ ആധികാരികമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഒടുവിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റേത് എന്നുള്ളത് അല്ല, നമ്മളുടേത് എന്നുള്ളത് എന്റേതെന്നായപ്പോൾ ക്രിസ്തു കുരിശിലേർക്കപ്പെട്ടു. ഞങ്ങളുടേതെന്ന് ഉള്ളത് ഞാൻ എന്നായപ്പോൾ ക്രിസ്തു കുരിശിലേറ്റപ്പെട്ടു. അങ്ങനെ അധികാരങ്ങൾ അഹങ്കാരമായപ്പോൾ ക്രിസ്തു കുരിശിലേറ്റപ്പെട്ടു. ഇത് 3 സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇത് പിന്നെ ചിലപ്പോൾ ഞാനും വിട്ടുപോകും. ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറെ നാളായിട്ട്, ഈ അടുത്ത സമയത്ത് യുവജന സഖ്യത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത്, കുറെ നാളായിട്ട് ചോദിക്കണമെന്ന് വെച്ചിരിക്കുക, കഴിഞ്ഞ ഏപ്രിലിൽ പ്രസംഗിച്ചതിനകത്തുനിന്ന് എനിക്കൊരു കാര്യം മനസ്സിലാവാനുണ്ട്. എന്താ കാര്യം? ഞങ്ങളുടേത് ഞാനായപ്പോൾ ക്രിസ്തു കുരിശിലേറ്റപ്പെട്ടു എന്ന് പറഞ്ഞു. ക്രിസ്തു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണോ കുരിശിലേർക്കപ്പെട്ടത്? ഞാൻ എന്താണ് ആക്ച്വലി ഉദ്ദേശിച്ചത്? സ്വാർത്ഥപരമായ പൊസസീവായിട്ടുള്ള ചിന്ത, അതായത് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പ്, ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും എൻ്റെ പ്രയർ ഗ്രൂപ്പ്, എൻ്റെ വീട്, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നുള്ള അവസ്ഥയിലേക്ക് ചുരുങ്ങിയപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിലേക്കപ്പെട്ടു. എവിടെയൊക്കെ സ്വാർത്ഥത മനോഭാവം വന്നോ അവിടെയൊക്കെ എൻ്റെ ദൈവത്തിന്റെ കയ്യിൽ വീണ്ടും വീണ്ടും ആണികൾ അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാൽ അത് മനസ്സിലാക്കിയത് വേറൊരു രീതിയിൽ. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ പലതരത്തിലുള്ള ആളുകൾ, അപ്പൊ നമ്മൾ ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് എന്തിനു വേണ്ടി ഈ സമയത്ത് ഈ 2 മണിക്കൂർ നമ്മൾ വേർതിരിച്ച് ഇവിടെ ഇരിക്കുകയാണ്?
കർത്താവിന്റെ സന്നിധിയിൽ ദൈവം ഈ ആയുസ്സിൽ നമുക്ക് തന്ന ഈ 2 മണിക്കൂർ ഇനി തിരിച്ചു കിട്ടാൻ പോകാത്ത 2 മണിക്കൂറാ. അപ്പോ ഈ ആയുസ്സിൽ നമ്മുടെ 2 മണിക്കൂർ നമ്മൾ വേർതിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണതയിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനമാക്കി മാത്രമേ, ഓരോ സമയത്തെയും ആ സമയത്തിനെ പൂർണ്ണതയിൽ കണ്ടെങ്കിൽ മാത്രമേ, ആ സമയത്തെ പൂർണ്ണമായ രീതിയിൽ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ജീവിച്ചിട്ടാ ഇവിടെ നിന്ന് പോയെന്ന് പറയാൻ പറ്റൂ, ഇല്ലേ? തീത്തോസ് തിരുമേനി ഒരു ശവസംസ്കാര വേളയിൽ ഇപ്രകാരം പറയുകയുണ്ടായി. വളരെ ചെറുപ്പക്കാരനായ ഒരാള് അവിടെ നിന്ന് മരിച്ചു പോയപ്പോൾ അവർ കുറച്ചു പേര് പറഞ്ഞു, എങ്ങനെയൊക്കെ ഇങ്ങനെ സംഭവിച്ചു? നമ്മൾ പ്രായമുള്ളവർ ജീവിച്ചിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ പോകുന്നത് എങ്ങനെ സഹിക്കാം? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് തോന്നും ഈ ആള് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, 32 വയസ്സേ ഉള്ളൂ, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് ജീവിക്കാനുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയില് ഈസ് മെച്യൂർ ഇനഫ് ടു ഡൈ. അതായത് മരിക്കുവാനുള്ള ഒരു മെച്യൂരിറ്റിയിൽ എത്തിച്ചേർന്നു. ഈ ലോകത്തിൽ ചെയ്യാനുള്ളതെല്ലാം ഈ 32 വയസ്സുകൊണ്ട് ചെയ്തു കഴിഞ്ഞു. സ്നേഹിക്കാനുള്ളവരെ എല്ലാം സ്നേഹിച്ചു കഴിഞ്ഞു. അവന്റെ ജീവിതം ഇനിയും എവിടെയാ? ബാക്കി ആർക്കാ വേണ്ടിയത്? സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിലെ പൂന്തോട്ടത്തിൽ ഒരു പുഷ്പമായിട്ട് നിലനിൽക്കുവാനായിട്ടായിരുന്നു. അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടി എഴുതി? അങ്ങനെ അത് നമ്മൾ മനസ്സിലാക്കി. യേശുക്രിസ്തുവിന്റെ ദാസനും എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. യേശുക്രിസ്തുവിന്റെ ദാസനല്ല, അർത്ഥം സഹോദരനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ഒരു അച്ഛനുമായിട്ട് പരിചയമുണ്ട്, അല്ലെ ഒരു തിരുമേനിയുമായിട്ട് പരിചയമുണ്ട്. നമ്മൾ പറയും എന്റെ കുടുംബത്തിലെ ഇന്നാർ ഈ തിരുമേനിയുടെ സ്വന്തം ആളാ, അതെന്തോ ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണേലും. അങ്ങനെയാണെങ്കിൽ ഈ യൂദായിക്ക് പറയാമായിരുന്നു എന്റെ സഹോദരനായ യേശുക്രിസ്തു എന്ന് പറഞ്ഞ് തുടങ്ങാമായിരുന്നു. അതിനുള്ള അർഹതയുമുണ്ട്. എന്നാൽ അവിടെ ആ യൂദായുടെ എളിമത്വമാണ് കാണിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ദാസനായ സെർവന്റ് മിനിസ്ട്രി. നമ്മളിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയും വളരെ മേനി പറയുന്ന ആൾക്കാരാ. നമ്മളത് ബോധപൂർവമായിട്ടല്ലെങ്കിലും നമ്മളത് പറയുന്ന ആൾക്കാരാ. എന്നാൽ താഴ്മയുടെ അനുഭവത്തിൽ വന്നിട്ട് യൂദ ആദ്യമേ പറയുന്ന ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിന്റെ ദാസനായ. ഇനി ഈ ഒരു സാർവത്രിക ലേഖനം എന്തിനു വേണ്ടി, എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് എഴുതിയെന്നുള്ളത് വിശ്വാസികളുടെ മധ്യത്തിൽ നുഴഞ്ഞു കയറി വന്നിരിക്കുന്ന കുറച്ചു പേരെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുണ്ടെങ്കിൽ ഈ വിശ്വാസം കുറച്ചു പേര് വന്നിട്ട് തെറ്റിച്ച് കളയാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഈ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടണം. അതാണ് ഈ ഒരു ലേഖനം എന്ന് പറയുന്നത്. എനിക്ക് വിശ്വാസമുണ്ട്, എന്നാൽ മൂന്നാമതൊരാൾ ഇതിന്റെ മധ്യത്തിലേക്ക് കടന്നു വന്ന് ഈ വിശ്വാസം ഇങ്ങനെയല്ല, ഇങ്ങനെ കൂടാൻ പാടില്ല, നമ്മുടെ സഭയുടെ ബൈ ലോ അനുസരിച്ച് ഇതല്ല ഫോളോ ചെയ്യേണ്ടത്, ഇതാണ് ഓരോ സഭയ്ക്ക് ഓരോ ബൈ ലോകളും ഓരോന്നുമുണ്ട്, അത് അനുസരിച്ച് ജീവിക്കുന്നത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയുകയല്ല. എന്നാൽ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് എന്ത്? നമ്മൾക്ക് തന്നിരിക്കുന്ന ആ വിശ്വാസം, കാലാകാലങ്ങളായി നമ്മൾ പഠിച്ച വചനത്തിന്റെ വിശ്വാസം, ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടണം. അടുത്ത സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരനോട് പള്ളിയിൽ കാണുന്നേ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്കിപ്പോൾ സത്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്ത് സത്യമാ? സത്യം എന്താന്ന് വെച്ചാൽ ഈ പള്ളിയിൽ വന്നാൽ ഇവിടെ പറയുന്നതാണോ സത്യം, വേറൊരിടത്ത് ചെന്നാൽ വേറൊരിടത്ത് ആണോ സത്യമെന്ന് എനിക്ക് അങ്ങോട്ട് തിരിച്ചറിയുന്നില്ല. ഞാൻ ചോദിച്ചെന്താ, ഈ തിയോളജി പഠിക്കാൻ ആഗ്രഹമുണ്ടോ, ഇത് സത്യം അന്വേഷിച്ചു പോകാൻ? ഇല്ല. പിന്നെന്താണ് ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ജോലിക്കൊക്കെ പോവാ, വീട്ടില്. എന്നാൽ ഒരു സത്യം മാത്രം ഇത്ര നാളും ജീവിച്ചത് ഏത് സത്യത്തിന്റെ വെളിച്ചത്തിലാ? ഏത് വെളിച്ചത്തിലാ ഇത്ര നാളും ജീവിച്ചത്? മാതാപിതാക്കൾ കാണിച്ചു തന്ന വലിയ പാരമ്പര്യം പറയുന്ന മാർത്തോമ സഭയുടെ ഒരു വലിയ പാരമ്പര്യ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കോഴഞ്ചേരി മാർത്തോമ പള്ളിയിലെ ഒരു വ്യക്തിയാണ് എന്നെ എടുത്ത് പറഞ്ഞത്. അവർ ഭയങ്കരമായിട്ട് പറയും, ആരാമൺ കൺവെൻഷൻ വരെ നടക്കുന്നത് ഞങ്ങളുടെ പള്ളിയിലാണ്. സഭയോട് ഭയങ്കര സ്പിരിറ്റ് ഉള്ള ഒരാളാ. ഈ സഭയോ ഇതിനുള്ള ചട്ടക്കൂടുകളോ ഇവരാരുമല്ല. ഇത്ര നാളും എന്നെ നടത്തിയ ഒരു മാതാവിന്റെ ദൈവം, ഇത്ര നാളും എനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന ഒരു പിതാവിന്റെ ദൈവം, എൻ്റെ സഹോദരൻ ഒരു നല്ല കുടുംബത്തിലാക്കി, ഇതുവരെയും കാര്യങ്ങൾ സ്മൂത്തായിട്ട് വന്ന് ഇത്രയൊക്കെ ആയി. എനിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനായപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് അങ്ങോട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതിലേതാണ് സത്യം, ഇതിലേതാണ് മിഥ്യ. ഒരുപാട് സത്യങ്ങളുടെ പുറകെ പോകണ്ട, കണ്ട സത്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അവനവന്റെ കുടുംബത്തിൽ, അവിടെ ആ സഹോദരനോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഈ ഒരു ബൈബിൾ എടുത്തു വെച്ചിട്ട് ഒരുപാട് സഭയുടെ പുറകെയോ അതിന്റെ ലോയുടെ പുറകെയോ ഒന്നും പോകണ്ട. ചില സത്യങ്ങൾ, മനസ്സിലാകാത്ത സത്യങ്ങൾ ഈ ബൈബിൾ എടുത്തു വെച്ചിട്ട് മുഴങ്കാല് മടക്കി ഒന്ന് ചോദിച്ചു നോക്കിക്കേ, കർത്താവേ എനിക്കിതൊരു കൺഫ്യൂഷനാ,
ഇതെവിടാ എനിക്ക് ഈ കൺഫ്യൂഷൻ കൊണ്ടുവന്നത്? ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് ഘോരം പ്രസംഗിക്കുന്ന ചില ദുരുപദേശകർ എൻ്റെ മനസ്സിൽ കോറിയിട്ട, പല പ്രാവശ്യങ്ങളിലായി എൻ്റെ മനസ്സിൽ കോറിയിട്ടത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്കിതിനെ അന്വേഷിച്ച് പോകണമെന്ന് തോന്നിയത്. ഒരു പക്ഷേ ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ കണ്ട ആ വെളിച്ചത്തിലൂടെ ഞാൻ നടന്നേനെ. അങ്ങനെ ഈ കാലത്തിലും ഇങ്ങനെയുള്ള ദുരുപദേശകന്മാർ വന്നിട്ട്, അത് പല സാഹചര്യത്തിലൂടെ വന്നിട്ട്, ചിലപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വന്നിട്ട് ഒരു കുടുംബം മുഴുവനായി അടുത്ത സഭയിലേക്ക് പോകുന്നു. ആ സഭയിലെ സ്വസ്ഥതയില്ല, അവിടുന്ന് അടുത്തതിലേക്കും പോകുന്നു. ഒന്നും വേണ്ട, ഒരു സഭയ്ക്കും വേണ്ടിയല്ല ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ഒരു സഭയിലെ ആൾക്കാരെയും തെരഞ്ഞെടുത്തുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല വന്നത്. ഈ സാർവത്രിക ലേഖനം എഴുതിയതുപോലെ സർവരുടെയും രക്ഷയ്ക്കായി, പാപികളെ കാണാനായിട്ട്, രോഗികളുടെ അടുത്തിരുന്നുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഇവിടെ പറയുകയുണ്ടായി. മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഇവിടെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. 3 മാസം പ്രായമായ കുഞ്ഞിന് ദൈവം എന്തുവന്നോ, ദേവൻ എന്തുവന്നോ, മാതാപിതാക്കൾ എന്തുവന്നോ എന്നും അറിയത്തില്ല. എന്നാൽ നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാർ അതിൻ്റെ അടുത്ത് ചെല്ലും. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാർ അതിൻ്റെ മനസ്സിൽ ചെന്നിട്ട് പറയും, നിങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടായ്മ അവിടെ ഇരുന്ന് കണ്ണുനീര് നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നും ആ ദൈവത്തെ അത് കാണുന്ന നിമിഷമാണ്. അങ്ങനെ സൈലന്റ് ആയിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളോട് നമ്മൾ പറയുക, സഹോദര, നിനക്ക് കൈകൾ നിന്റെ സ്വന്തമായി ചലിപ്പിക്കാൻ പറ്റുന്നില്ല, നിനക്ക് നിന്റെ കാലുകൾ സ്വന്തമായി പോകണമെന്ന് വെച്ചാൽ എത്തിക്കാൻ പറ്റുന്നില്ല. എന്നാൽ എനിക്ക് പറ്റും, നിനക്ക് വേണ്ടി എനിക്ക് പറ്റും. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ കാലുകൾക്ക് ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ എൻ്റെ കൈകൾക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി അല്പസമയം ചിന്തിച്ച് നിന്റെ മാതാപിതാക്കളുടെ വേദന ഷെയർ ചെയ്യുവാൻ എനിക്ക് കുറച്ച് സഹോദരങ്ങളുണ്ടെന്നുള്ള ശാന്തമായ സന്ദേശമാണ് ഓരോ മധ്യസ്ഥ പ്രാർത്ഥനയിലെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ കോറിയിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ ദുരുപദേശകന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി പോരാടണമെന്നുള്ളത് 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. നമ്മൾ എന്തിനു വേണ്ടി പോരാടണം? വ്യാജ പ്രബോധനങ്ങൾക്ക് വേണ്ടി പോരാടണം. നുഴഞ്ഞു വന്നിരിക്കുന്നെന്നാ പറഞ്ഞേ. ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ട് ഒരു പ്രശ്നം വരാറില്ല. ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വേണമെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു കുഴിയിൽ അകപ്പെടാറില്ല. എന്നാൽ നുഴഞ്ഞു കയറി നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പറ്റുന്ന ശത്രുവിനെ തിരിച്ചറിഞ്ഞ് ആ വിശ്വാസത്തിന് വേണ്ടിയിട്ട് പോരാടി നമ്മൾ അതിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, വ്യക്തികളായി, കുടുംബങ്ങളായി, സമൂഹങ്ങളായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വാസ്തവമായും യേശു ക്രിസ്തുവിന്റെ കരം അവിടേക്ക് ഇറങ്ങി വരും. ആ കരത്തിന്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ന്യായവിധി ഉണ്ടെന്ന് പറയുന്നു. പിന്നീടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ വായിച്ചാൽ അവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിനൊരു ന്യായവിധി ഉണ്ടെന്ന് പറയുന്നു. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനം എന്നറിയപ്പെടുന്നത്. അവര് ദൈവത്തിന്റെ സ്വന്തം ജനമായതുകൊണ്ട് അവർക്ക് ന്യായവിധി ഇല്ല എന്നൊന്നില്ല. അതുപോലെ തന്നെ ദൂതന്മാർ, ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും പറയുന്ന ദൂതന്മാർ, പിന്നെ സോദോം ഗോമോറ, ഇതെല്ലാം അതിന്റെ താഴോട്ട് വായിച്ചാൽ നിങ്ങൾ എല്ലാവരും ഇത് വായിക്കണം. അതെല്ലാം എല്ലാത്തിനും ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള കാര്യം താഴോട്ട് എഴുതുന്നു. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ന്യായവിധി ഒരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ കടക്കുന്നില്ല അതിലേക്ക് ഇനി ഒരു കാലത്ത്. എന്നാൽ നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് എന്തിനാണ് നമ്മൾ പ്രാർത്ഥനകൾ കൂടുന്നത്? എന്തിനാണ് കൂടെ നമ്മൾ അവിടെ ഇവിടെ എല്ലാം കർത്താവ് ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് ഓരോ പ്രാർത്ഥനകൾ, ഓരോ ഉണർവ് യോഗങ്ങൾ എന്തിനാണ് കൂടുന്നത്? അതിനൊരു ആൻസർ നേടിയിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഇത് യൂദാ എഴുതിയ ലേഖനം. ഇത്ര നമ്മൾ പറഞ്ഞു. യൂദാ എഴുതി, ലേഖനം എഴുതി, ആരെഴുതി, ഏത് സാഹചര്യത്തിൽ എഴുതി, എങ്ങനെ പോരാടണം, ഇതെല്ലാം എഴുതി. ഇനി എന്ത് കണ്ടിട്ട് എഴുതി? എന്തെങ്കിലും ഒരു സാഹചര്യം ഇല്ലാതെ ഒരു കാര്യങ്ങൾ നമ്മൾ എഴുതത്തില്ലല്ലോ. സാധു കൊച്ചുകുഞ്ഞുപദേശി തൻ്റെ ഏക മകനായ തൻ്റെ മക്കളിൽ ഒരാള് മരിച്ചു പോയപ്പോഴാണ് എഴുതിയത്. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് കയ്പായിട്ട് തോന്നിക്കാണും ആ കുടുംബത്തിന്. ഇത്രയൊക്കെ പ്രാർത്ഥിക്കാൻ നടന്ന ഒരു മനുഷ്യന്റെ മകനെ ഈ ലോകത്തുനിന്ന് ദൈവം മാറ്റിക്കൊണ്ടുപോയി. ഈ ദൈവം എത്ര ക്രൂരനാണ്! എന്നാൽ കാലാകാലങ്ങൾ കഴിഞ്ഞ്, ഇത്രയും നാൾ കഴിഞ്ഞ്, ഇന്നും ഒരു മരണ വീട്ടിൽ ആശ്വാസം കൊടുക്കുന്ന പാട്ടെന്ന് പറയുന്നത് ആ പഴയ കാലത്ത് നല്ല ഒരു വസ്ത്രം ഇടാനില്ലാതെ അരവയർ ഒട്ടിക്കടന്ന്
13 ദിവസം ഉപവാസം അനുഷ്ഠിച്ച് 13 ദിവസം ദൈവത്തിനോട് ഓരോ ചെറിയ കാര്യങ്ങളും ദൈവം തമ്പുരാനോട് ചോദിച്ചു എഴുതുന്ന ആ മനുഷ്യൻ ആ തൂലിക ചലിപ്പിച്ച് എഴുതിയതാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും ആശ്വാസമായിട്ടുള്ള ആ ഗാനങ്ങളുടെ പിറവിക്ക് രൂപമെടുത്തത്. ചില കാര്യങ്ങൾ ആരംഭം സദൃശവാക്യങ്ങളിൽ പറയുന്നുണ്ട്, ചില കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ആരംഭം ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഉണ്ടാവാം, എന്നാൽ അതിന്റെ അവസാനം എപ്പോഴും നന്നായിരിക്കും. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അത് ദൈവത്തിന്റെ ആ പ്രവൃത്തിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്ത് കണ്ടിട്ട് എഴുതി എന്നൊന്നു ഒന്നാമത്തെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം, 16-ാം അധ്യായം ഒന്ന് വായിക്കാമോ? അവർ തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായി വമ്പ് പറയുന്നു. കാര്യസമ്പത്തിനായി അവർ പുതുസ്തുതി പ്രയോഗിക്കുന്നു. എന്ത് കണ്ടിട്ട് എഴുതി? ഇപ്പൊ സാധു കൊച്ചുകുഞ്ഞുപദേശി ആ പാട്ട് എഴുതാൻ തന്റെ മകന്റെ മരണത്തിന്റെ ഒരു കാരണമാക്കിയെങ്കിൽ, വിശുദ്ധ യൂദ എന്ത് കണ്ടിട്ടാണ് ഇത് എഴുതിയെന്നുള്ളതിനുള്ള വ്യക്തമായ ഉത്തരം അവിടെയുണ്ട്. അവർ ആദ്യമേ അതിനകത്ത് വായിച്ച അവർ പിറുപിറുപ്പുകാരായിരുന്നു, പിറുപിറുപ്പുള്ളവര്. 2 അതിനകത്ത് പറയുന്നു തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരായിരുന്നു. അപ്പോൾ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നത്. 3 അവിടെ പറയുന്ന കാര്യം സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ. 4 വമ്പ് പറയുന്നവർ. 5 കാര്യസാധ്യത്തിനായി മുഖസ്തുതി പറയുന്നവർ. 6 ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. 7 ഭിന്നത ഉണ്ടാക്കുന്നവർ. 8 പ്രാകൃതന്മാർ. 9 ആത്മാവില്ലാത്തവർ. എന്ത് കണ്ടിട്ട് എഴുതിയെന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ എന്ത് കണ്ടിട്ട് എഴുതി എന്നുള്ളത് അപ്പോൾ നമ്മൾ ചിന്തിക്കും ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള സ്വഭാവം ഉണ്ടായിരുന്നു, നമ്മളെ പോലല്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് ഇതിന്റെ മധ്യത്തിൽ അല്പമെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തികളെ മനസ്സിലാകാതെ എത്ര പ്രാവശ്യം പിറുപിറുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. എത്ര പ്രാവശ്യം കർത്താവെ എനിക്ക് മാത്രം എന്തിനാ ഇത് തന്നേന്ന് ചോദിച്ചിട്ടുള്ളതാ? നേരെ നിന്നോണ്ട് കർത്താവെ നീ അങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിച്ചിട്ടില്ല. എന്നാൽ ചില കാര്യങ്ങളിനകത്ത് എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്തത് എന്തിനാ എനിക്ക് മാത്രം തന്നത്? പിറുപിറുപ്പുകൾ ഉണ്ടാകുന്നു. പരസ്പരമുള്ള സംസാരിക്കുന്നതിൽ നമ്മൾ ആർക്ക് മഹത്വം കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിന്റെ മഹത്വം നമുക്ക് വേണ്ടിയുള്ളതാണോ? അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും മറ്റുള്ളവരുടെയും ഒരു കൂട്ടായ്മയുടെ നടത്തിപ്പിന്റെ സമയത്തും നമ്മൾ പലപ്പോഴും പിറുപിറുപ്പുകൾ പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ഞാൻ ഈ ദേശത്ത് നിന്ന്, എൻ്റെ സിസ്റ്റർ പഞ്ചാബിലുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ അങ്കിള് പറഞ്ഞു ഒരു ഹോള് നമുക്ക് കിട്ടി, 2nd ഫ്ലോറിലാണെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളതിലും അതിവിശാലമായ ഒരു സ്ഥലമാണ്, ഉണ്ടായിരുന്നതിലും അതിവിശാലമായ ഒരു സ്ഥലത്തേക്ക്, മെച്ചപ്പെട്ട അവസ്ഥയിലേക്കാണ് ദൈവം നമ്മളെ മാറ്റിയത്. ഞാൻ പഞ്ചാബില് ഈ അവരുടെ അത് ആരാധിക്കുന്ന ആ സ്ഥലത്തേക്ക് കയറിപ്പോയി, ഇതുപോലെ സ്റ്റെപ്പ് കയറി പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര വീതിയേ ഉള്ളൂ. ഒരാൾക്ക് ഒരു കുഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ അതുവഴി പോകാൻ പറ്റത്തില്ല. ഇത്ര വീതിയുള്ള കുത്തനെയുള്ള സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് കടന്നു വരുന്നത് ഇത്രയുള്ളൊരു ഹോള്, AC കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പ്രായമുള്ളവരെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച്, എനിക്ക് കൊച്ചു പിള്ളേർ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കൊരു ചെറിയ പേടി. കാര്യം കുത്തനെയുള്ള പടിയാ, അതൊന്ന് തെറ്റിയാൽ അത് താഴോട്ടേക്ക് വീഴും. അങ്ങനെയുള്ള ഇത്രയുള്ള ഒരു സ്ഥലത്തുള്ള, അങ്ങനെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലും നമ്മുടെ ദേശത്ത് കേരളത്തിലൊന്നും നമുക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ നോർത്ത് ഇന്ത്യയിലും പല ഭാഗങ്ങളിലും, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സുവിശേഷ വേലകർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി അവിടുന്ന് പ്രായമുള്ളവർ വരെ ഏന്തി വലിഞ്ഞാണ് മേളി വരെ വന്ന് ആരാധിക്കുന്നത്. എന്നാൽ അവരുടെ ആരാധന കണ്ടപ്പോൾ ഈ കഷ്ടതകളൊന്നും അവർക്കൊരു പ്രയാസമല്ല. അർത്ഥപട്ടണിക്കാരാണ്. വയലിൽ പോയിട്ട് ഗോതമ്പുണ്ടാക്കിയും അതുപോലെ പൊട്ടറ്റോ വിളയിപ്പിച്ചും അങ്ങനെയൊക്കെ അന്നേരമുള്ള സീസണൽ ഇതുകൊണ്ട് ആഹാരം കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഒന്നിച്ചു നിന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തോരം ബ്ലെസ്ഡ് ആണെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇനി അങ്കിള് പറഞ്ഞ പോലെ ചിലപ്പോൾ സാഹചര്യങ്ങളും മാനേജ്മെന്റും ഒക്കെ മാറി ഇനി ഒരു പായ ഇടാൻ പറ്റുന്ന സ്ഥലമാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിയ അഭിഷിക്തരായ ചിലർ ഒരുമിച്ച് ആ പായയിൽ ഇരിക്കുമ്പോൾ ഇതിൽ കിട്ടുന്നതിനെക്കാട്ടിൽ ഇരട്ടി നന്മ അവിടെയും കിട്ടും, അവിടെയും ദൈവം തരും. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തോടു കൂടി കർത്താവെ, നീ എന്നെ ഏത് സാഹചര്യത്തിലാക്കിയിരിക്കുന്നുവോ, നീ എന്നെ ഏത് അവസ്ഥയിലേക്ക് മാറ്റുന്നുവോ, അവിടെ ഒരു വെള്ളത്തെ പോലെ ഏത് പാത്രത്തിൽ എടുക്കുന്നോ ആ പാത്രത്തിനനുസരിച്ച്
ആ വെള്ളം അവിടെ അതിനെ മാറ്റുന്നത് പോലെ ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ, പിറുപിറുപ്പുകൾ കൂടാതെ തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നു, അവരെ ഉദ്ദേശിച്ച് അവർക്കാണ് യൂദ എഴുതിയിരിക്കുന്നത്, തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നത്. എന്തൊരു കഷ്ടപ്പാടാ, 12 മണിക്കൂർ ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പം ഇത് ഞാനാണെങ്കിൽ ഏറ്റവും വലിയ ആവലാതിക്കാരിയാ. കാര്യം എന്തൊക്കെ കഷ്ടപ്പാട് സഹിച്ചാണ് ഓരോ കാര്യങ്ങൾ, ഓരോ ദിവസം കുഞ്ഞുങ്ങളെ വളർത്തണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ വരുന്നു കഴിഞ്ഞിരുന്നേ പിന്നെ അങ്ങ് ആവലാതിയുടെ ബഹളമാ. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ ഇത്രത്തോളം ആക്കിയ, ഈ ദേശത്ത് വരാൻ ആഗ്രഹിച്ച ഒരു സമയം നമുക്കുണ്ടായിട്ടില്ലേ? ഹല്ലേലൂയ. ഈ ദേശത്ത് വരാൻ ആഗ്രഹിച്ച ഒരു സമയം ഉണ്ടായിട്ടുണ്ട്, കുടുംബമായി ഇവിടെ താമസിക്കുവാൻ, കുഞ്ഞുങ്ങളോടൊത്ത് ഇവിടെ താമസിക്കുവാൻ. എൻ്റെ മോള് 28 ദിവസം ആകുന്നതിന് മുമ്പ്, കുഞ്ഞ് വളരെ ജനിച്ചപ്പോൾ നല്ല 3 കിലോ ഉണ്ടെങ്കിലും പിന്നെ വളരെ അങ്ങ് ശൃംഗായി, ഒത്തിരി അങ്ങ് ചെറുതായിരുന്നു, കൊച്ചു കുഞ്ഞായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞ് 28 ദിവസം ആകുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഒരു കോള് വന്നിട്ട് പറഞ്ഞു, നമുക്ക് എൻ്റെ ജോലി ഏകദേശം പോകാറായിരിക്കുക, ഒരു കാര്യം ചെയ്യണം, നീ കുഞ്ഞിനെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട്, 2 വീട്ടിലും അടുത്തടുത്താണ്, ഇലന്തൂരും ആറന്മുളയും ഒരു 5-6 കിലോമീറ്റർ അപ്പുറമേ ഉള്ളൂ. അപ്പോൾ ഈ അടുത്തടുത്താണ്, നീ തിരിച്ചു കയറി ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ ഈ കുഞ്ഞിനെ ഒന്ന് നോക്കി, ഈ ഫോൺ കോള്, ഞാൻ എൻ്റെ ദൈവത്തോട്, ദൈവമേ എന്തുവാ ഇങ്ങനെ, കാര്യം ഈ കുഞ്ഞിനെ നോക്കിയപ്പോൾ സാധാരണ ഒരു 28 ദിവസം ആകുമ്പോൾ ഉള്ള ഒരു കുഞ്ഞിന്റെ വളർച്ചയില്ല. ഈ കുഞ്ഞിനെ ഇവരുടെ കൈ കൊടുത്തിട്ട് എങ്ങനെ പോകും? എങ്ങനെ കൊടുത്തിട്ട് പോകുന്നതിന്റെ അല്ല, എനിക്ക് തന്നെ വളർത്താനായിട്ട് അത്ര ചെറിയൊരു കുഞ്ഞ് എന്ത് ചെയ്യണം എന്ന് ഞാൻ എനിക്ക് സിസേറിയനും കൂടെ ആയതുകൊണ്ട് ആ സമയത്തൊന്ന് മുട്ടുകുത്തി നിന്നുകൂടാ. അന്നേരം മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ദൈവസന്നിധിയിൽ പറഞ്ഞാൽ നമുക്ക് ഇന്ന് വരെ നടത്തിയ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളിൽ ഇത്രയും നാൾ നമ്മളെ നടത്തിയൊരു ദൈവമുണ്ട്, തീയിലും വെള്ളത്തിലൂടെ എല്ലാം നടത്തിയൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, വരുമെന്നും പറഞ്ഞില്ല, വരത്തില്ലെന്നും പറഞ്ഞില്ല. കാര്യം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരാളിന്റെ ശബ്ദമാണ് ഞാൻ ആ ഫോണിൽ കൂടെ കേട്ടത്. എനിക്ക് ഈ ജോലി ഇപ്പോൾ നഷ്ടപ്പെടും, എത്രയും പെട്ടെന്ന് നീ വന്നിട്ട് ഒരു ജോലിക്ക് കയറിയിട്ട് ഇത് മാറി എനിക്ക് വേറൊരു ജോലിക്ക് കയറണം, കാരണം ഇപ്പോഴുള്ള ജോലി വിടുന്നത് ഇതല്ലല്ലോ. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, അന്ന് ഞാൻ ഓപ്പറേഷൻ ചെയ്ത ആ മുട്ടുകുത്താൻ പാടില്ല, എന്നിട്ടും രാത്രിയുടെ യാമങ്ങളിൽ പലപ്പോഴും ഈ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ അവിടെ മുട്ടുകുത്തി, അല്പം വലിച്ചിലും ബഹളമൊക്കെ ഉണ്ടെങ്കിലും വേദനകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു. ഇന്ന് കുഞ്ഞിന് 11 വയസ്സായി, ഈ നാഴിക വരെ ഒരു രാത്രി പോലും ഈ കുഞ്ഞിനെ പിരിഞ്ഞു നിൽക്കാൻ എനിക്കിടയായിട്ടില്ല. ഇതെന്റെ സാക്ഷ്യമാണ്. ആ സാക്ഷ്യമാണ് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത്. അതുകൊണ്ടാണ് എത്ര കഷ്ടപ്പെട്ടും ഞാൻ ഓടുന്നത്. ഏത് ദേശത്തോട്ടാണെങ്കിലും എവിടെ വിളിച്ച്, ഇനി 2 പേരുള്ള ഒരു മധ്യത്തിലാണെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ പോകും. കാരണം ഈ ദൈവം എനിക്ക് അത്രത്തോളം വലുതാണ്. ഈ ദൈവം, ഞാൻ തിയോളജി പഠിച്ചതിന്റെ ബലത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നതല്ല. എന്നാലും ഈ സാക്ഷ്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ആണെങ്കിലും ഈ കുഞ്ഞുങ്ങളെ വളർത്തി ഇവിടെ വന്നിട്ട് പോകുകയും ജോലിക്ക് പോവുകയും തിരിച്ചു വരുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ ആവലാതി പറയുന്നയാളാണ് ഞാൻ. കർത്താവെ എന്തൊരു കഷ്ടപ്പാടാ, ഒരു 5 മണിക്കൂർ ഒന്ന് ഉറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ആവലാതി പറയുന്നവർ, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ, വമ്പ് പറയുന്നവർ, കാര്യസാധ്യതയായി മുഖസ്തുതി പറയുന്നത്, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇതപ്പോൾ യൂദ ആർക്കു വേണ്ടിയിട്ട് എഴുതി എന്നുള്ളത് ഇപ്പം ഒരല്പം സ്റ്റേറ്റ്മെന്റ് മാറ്റണമെന്നുണ്ട് നമുക്ക്. അന്നത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഇത് എഴുതിയത്, എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ദൈവം നമ്മളെ ഇത് കേൾപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ നടത്തണം. ഇത്രയും ദൈവത്തിന്റെ നന്മകളെ കണ്ട ഒരാൾ, ഇത്രയും ദൈവത്തിന്റെ അനുഗ്രഹത്തെ, 28ാമത്തെ ദിവസം ഈ കുഞ്ഞിനെ മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് തിരിച്ചു കയറി ഇവിടെ വന്ന് ജോലി നോക്കാനായിട്ടിരുന്ന ഞാൻ, ഈ 11 വയസ്സുകാലം ഈ കുഞ്ഞിനെ മാറാതെ ദൈവം തീരുമാനിച്ച പ്രകാരത്തിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ രണ്ടാമത് എനിക്കുള്ളത് ട്വിൻസ് ആണ്, കുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങൾ. ഞാൻ ഈ അല്പം പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല, എൻ്റെ അടുത്ത് പറഞ്ഞു, തീർന്നു നിന്റെ എല്ലാ ചാട്ട ഓട്ടങ്ങളും തീർന്നു, ഇവിടെ ഇരട്ട കുഞ്ഞുങ്ങളാണ്, അവരെയും കൊണ്ട് നീ ഇനി ഒരു 5-6 വർഷം നീ വീട്ടിനകത്ത് തന്നെ 4 ചുവരിനെ നല്ലതായിട്ട് പെയിന്റ് ചെയ്തിടണം, ഡിപ്രഷൻ ഉണ്ടാവാതിരിക്കാനാ. തമാശ രൂപത്തിലാണ് പറഞ്ഞത്, അതൊരു കണക്ക് ശരിയുമാണ്. വീട്ടിൽ തന്നെ ഇരുന്ന് കുഞ്ഞുങ്ങളെ തന്നെ വളർത്തുന്ന അല്പം ഡിപ്രഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ അന്ന് ഇവരെ കൊണ്ട് 3.5 മാസത്തിൽ ഈ കുഞ്ഞുങ്ങളെ 2 പേരെയും കൊണ്ട് തിരിച്ച് ഈ ദേശത്ത് വന്നു കഴിഞ്ഞ 2ാം ദിവസം ലോക്ക്ഡൗൺ ആണ്. അന്ന് ദൈവം എനിക്കായിട്ട് ഒരുക്കി വെച്ചതുപോലെ അനേക എൻ്റെ കുടുംബത്തിൽ നിന്ന് ഉൾപ്പെടെ അനേക പേര് ഇവിടുന്ന് മാറ്റപ്പെട്ടു പോയി. ദൈവം നമുക്ക് വേണ്ടി ഒരു ദൈവത്തെ വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി ദൈവം ഒരു സംഭവം തന്നു, സൂം മീറ്റിംഗ് ആണോ? അങ്ങനെയാണെങ്കിൽ
ഒരു സഭയ്ക്കും നിങ്ങളൊന്ന് പറഞ്ഞ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ദേശം മുസ്ലിം കൺട്രിയാ അല്ലെ, ഈ ദേശത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. എത്ര മുസ്ലിം സമുദായത്തിൽ ഇതുപോലെ ഒരു സൂം മീറ്റിംഗ് നടന്നിട്ടുണ്ട്? എത്ര വീടുകൾ ആരാധനാലയങ്ങളായി മാറിയിട്ടുണ്ട്? നമ്മുടെ കുർബാനകൾ നമ്മൾ വീട്ടിലിരുന്ന് കണ്ടു. നമ്മുടെ ടി വിയിൽ നമ്മൾ കുർബാന വെച്ചിട്ട് നമ്മൾ അവിടെ മുട്ടുകുത്തിയിരുന്നു. ഓരോ കുടുംബങ്ങളും ഓരോ ആരാധനാലയങ്ങളായി മാറിയ സമയങ്ങളായിരുന്നു അത്. എന്നെ ഇത്രത്തോളം ഞാനൊരു എഴുന്നേറ്റ് നിൽക്കുകയും എൻ്റെ മുന്നിൽ അനേക പേര് പറഞ്ഞു, ഇനി നിന്റെ ഈ കുഞ്ഞുങ്ങളെ വളർത്തി ഒരു 5 വർഷമാകാതെ നിനക്ക് ഇതിനകത്തു നിന്നൊരു മോചനമില്ല, ഇത് മാത്രമായിരിക്കും നിന്റെ ലോകം എന്ന് പറഞ്ഞിരുന്ന എന്നെ കൊണ്ട് നാട്ടിലുള്ള പല സംഘടനകളിലും പ്രസംഗിക്കുവാൻ സാഹചര്യം കിട്ടിയത് ആ സമയത്താണ്. ഇതുപോലെയുള്ള പല മീറ്റിങ്ങുകളും എന്നെ വിളിച്ച് എനിക്ക് അവിടെ പോകാൻ പറ്റത്തില്ല. വീട്ടിലിരുന്നു കൊണ്ട് ദൈവത്തെ സുവിശേഷിക്കുവാനായിട്ട് ഒരു സമയം ദൈവം എനിക്ക് നൽകി. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതി കരയേറ്റിയാലും മതിയാകത്തില്ല. നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ മാറി മറിയുമ്പോൾ നമ്മൾ ഒരു കാലത്തും ചിന്തിക്കരുത്, ഈ ദൈവം കർത്താവെ ഇതൊക്കെ ആയിരിക്കുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. ദൈവത്തെ വിളിക്കപ്പെട്ടവർക്ക്, വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ചവർക്ക്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിത്തിരിച്ചവർക്ക്, എൻ്റെ ദൈവമേ നീ എന്നെ ഒന്ന് എടുത്തുപയോഗിക്കണമേ, എനിക്ക് എന്നെ ഒന്ന് എടുത്തുപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ അവസരങ്ങളെ കൊണ്ടുതരുന്ന ഒരു ദൈവമുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ജീവിതത്തിന്റെ പല വ്യത്യസ്തമായ മേഖലകളിൽ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണും, പല കാര്യങ്ങളും. എന്നാൽ ദൈവസന്നിധിയിൽ കർത്താവെ, എൻ്റെ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ എനിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായി കാണാം. എന്നാൽ എൻ്റെ വീട്ടില് കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള സമയനഷ്ടം ഉണ്ടായി കാണാം. എൻ്റെ ജീവിത പങ്കാളിയുടെ കൂടെ ഇരിക്കാനുള്ള സമയനഷ്ടം ഉണ്ടായി കാണാം. എന്നാൽ ഈ ദിവസം നീ എനിക്ക് തന്നപ്പോൾ, ഈ ദിവസത്തിൽ നിന്റെ സന്നിധിയിലേക്ക് നോക്കുവാനുള്ള സമയത്തിന് കുറവ് വന്നില്ലല്ലോ കർത്താവേ, അതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ കാലുകൾക്ക് ഓടുവാനുള്ള ശക്തി ആ ദൈവം നമുക്ക് നൽകുന്നു. എന്ത് കണ്ടിട്ടെഴുതി? ഇതൊക്കെ കണ്ടിട്ടെഴുതി. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഷെറിനും, ഇങ്ങനെയൊക്കെ പറയുന്ന തോമസും, ഇങ്ങനെയൊക്കെ പറയുന്ന ചെറിയാനും ജോണും ഒക്കെ ഉള്ളവരുടെ മധ്യത്തിൽ എന്ത് കണ്ടിട്ട് ഈ യൂദാ സാർവത്രിക ലേഖനം എന്ന് പറഞ്ഞ് എഴുതി? ചിലപ്പോൾ എഴുതേണ്ട അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമുക്കുള്ളതല്ല എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ യൂദാ അന്നേ ചിന്തിച്ചു, വിശുദ്ധ യൂദാ അന്നേ ചിന്തിച്ചു, ഇത് എഴുതിയില്ലെങ്കിൽ കാലാകാലങ്ങൾ അവര് ഡിപ്രഷനിലായി സ്വന്തം ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ വരാം. എന്നാൽ ഇതൊക്കെ ആ കാലങ്ങളിലും ഉണ്ടായിരുന്നു, ഈ കാലങ്ങളിൽ ഉണ്ട്. എന്നാൽ അതിനെ എങ്ങനെ നേരിടണം, നാം എങ്ങനെ ആയിരിക്കണം, അതാണ് അടുത്തത് പറയുന്നത്. അതാണ് നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നമ്മൾ വന്നത്. അതിന്റെ ഇച്ചിരി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ലാസ്റ്റില്, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തിനു വേണ്ടിയാ? ആരെഴുതി പറഞ്ഞു? എന്തുദ്ദേശത്തോടെ എഴുതിയെന്ന് പറഞ്ഞു? ആർക്കു വേണ്ടി എഴുതിയെന്ന് പറഞ്ഞു? ഏത് ചിന്താഗതിക്കാർക്ക് വേണ്ടി എഴുതിയെന്ന് പറഞ്ഞു? ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ ഇത് ആർക്ക് വേണ്ടിയുള്ളതാ? നമുക്ക് വേണ്ടിയിട്ടുള്ളതാ. അങ്ങനെയാണെങ്കിൽ, ഇതെനിക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആദ്യമേ നമ്മുടെ കയ്യിൽ എടുക്കേണ്ടത് ഈ വിശ്വാസം എങ്ങനെ കൊണ്ടുവരും? പാരമ്പര്യമായിട്ട് നമ്മുടെ മാതാപിതാക്കൾ തരും, നമ്മുടെ കുടുംബക്കാർ തരും, നമ്മളെ പഠിപ്പിച്ച സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് അതിന് ഒരു പങ്കുണ്ട്, നമ്മളുടെ അച്ഛന്മാർക്ക് ഒരു പങ്കുണ്ട്, നമ്മുടെ പാസ്റ്റേഴ്സിന് ഒരു പങ്കുണ്ട്, നമ്മുടെ കൂട്ടുകാർക്ക് ഒരു പങ്കുണ്ട്, നമ്മളെ ഈ രൂപത്തിലാക്കിക്കൊണ്ട് വരാൻ എല്ലാവർക്കും ഒരു പങ്കുണ്ട്. എന്നാൽ ഈ കാലാകാലങ്ങളാക്കി മനസ്സിലാക്കി നാം ആകുന്ന ആള് ഇവിടെ വന്നു നിന്നപ്പോൾ ഇപ്പോൾ എന്നെ നിലനിർത്തിയത് എന്താണ്? അതിവിശുദ്ധമായ വിശ്വാസം. ജീവിതത്തിന്റെ പല പ്രതിസന്ധികളുടെ മധ്യത്തില്, വീണുപോകാവുന്ന സാഹചര്യത്തില് എപ്പോഴും പിടിച്ചു നിർത്തിയ ഒരു ബലമുണ്ട്. രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, ഈ ദൈവം കൂടെ ഇല്ല, അല്ലെങ്കിൽ ഈ ദൈവത്തിന് ഇതൊന്നും ചെയ്യാൻ കഴിയുകയില്ല, ഈ പറയുന്നവരൊക്കെ വെറുതെ ഒരു കാര്യത്തോട് അടുക്കുമ്പോൾ ഇതൊന്നും ആരും കൂടെയില്ല, അവരുടെയൊക്കെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിട്ടാ. ഒരു കൂട്ടുകാരില്ല, എൻ്റെ കൂടെ സംസാരിക്കാൻ ഒരു ബന്ധുമിത്രാദികളില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിറുപിറുത്ത് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. അവരുടെയൊക്കെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിട്ടാ. അതിനെ ആ ലെവലിൽ കാണണം. അല്ലാതെ അവര് അങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, ഞാൻ ഉൾപ്പെടെ ഉള്ളവര് പറയുന്ന സങ്കടങ്ങളാ അല്ലേ? സ്നേഹിക്കുന്നവരൊക്കെ നമ്മുടെ കൂടില്ല, ഒരാവശ്യം വന്നപ്പോൾ ഈ സ്നേഹിച്ചവരൊന്നും നമ്മുടെ കൂടില്ല. എന്നാൽ നമ്മൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ നിൽക്കണം? നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ മുറുകെ പിടിക്കണം, ആധാരമാക്കി
നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. അതിനകത്തൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. നമ്മൾ എങ്ങനെ ആത്മീക വർധന വരുത്തും? ചില കാര്യങ്ങൾ മനസ്സിലാകാത്തപ്പോൾ, ചില സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാത്തപ്പോൾ, ചില സബ്ജക്റ്റുകൾ ഞാൻ പലപ്പോഴും ചെന്നിട്ട് കൊച്ചു പിള്ളേരുടെ അടുത്ത് പറയാറുണ്ട്, ചില സബ്ജക്റ്റുകൾ മനസ്സിലാകാത്തപ്പോൾ ആ ടെക്സ്റ്റ് തുറന്നു വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. അത് കഴിഞ്ഞിട്ട് ഒന്ന് പഠിച്ച് 5 മിനിറ്റ് പിന്നെ പോയി ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഒന്നിരുന്നേ. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമായി നിങ്ങളുടെ തലയിൽ കയറ്റാൻ കഴിവുള്ളവനായ ദൈവം ആ ജ്ഞാനത്തെ വികസിപ്പിക്കും. നിങ്ങൾക്ക് എന്താണോ മനസ്സിലാക്കാൻ സാധിക്കാത്തത്, ആ ജ്ഞാനമാണ് നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത്. അങ്ങനെ സ്വന്തമായി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. പെട്ടെന്നൊരിടത്തോട്ട് പോയിരുന്നിട്ട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന വരുമോ? ഇല്ല. പല കാര്യങ്ങൾ നമ്മൾ കാട് കയറി ചിന്തിക്കും. എന്നാൽ നമുക്ക് തന്നിട്ടുണ്ട്, ദൈവം തമ്പുരാൻ പാട്ട് പാടാനുള്ള നല്ല അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരുന്ന പാട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ തന്നെ ജീവിതത്തിലേക്കുള്ള ഒരു നോട്ടമായിരുന്നു. ഇപ്പോൾ കേട്ട മനോഹരമായ പാട്ടുകൾ അല്ലേ? ആ ജീവിതത്തിന്റെ വലിയ പ്രശ്നങ്ങൾ കർത്താവെ എത്ര നന്ദി പറഞ്ഞാലാണ് മാറുന്നത് എന്ന് നോക്കാൻ പറ്റിയ തരത്തിലുള്ള പാട്ടുകൾ പറഞ്ഞു. അപ്പം നമുക്ക് തന്നെ ആത്മീക വർധന വരുത്താൻ ഏത് പാട്ടാണോ പാടേണ്ടത് ഒന്നേന്ന് കത്തിച്ചങ്ങ് പാടിക്കോണം. അല്ലാതെ ആ പാട്ടിനകത്ത് എനിക്ക് എത്രമാത്രം അതിനകത്ത് ഈണമുണ്ടായിരുന്നു, എത്രമാത്രം, ഇതൊന്നുമല്ല. എല്ലാവർക്കും ദൈവം ശബ്ദം തന്നിട്ടുള്ളതിനെ ഉയർത്തി അങ്ങോട്ട് പാടിക്കോണം. അതാണ് പറയുന്നത്, നമുക്ക് തന്നെ ആത്മീക വർധന. വചനം വായിക്കണം. വചനം വായിക്കുമ്പോൾ നമ്മൾ തുറക്കുന്നത് ഏറ്റവും എല്ലാവർക്കും അറിയാവുന്നത് 121 സങ്കീർത്തനം. അത് തരുന്ന ഒരു നന്മ വേറെ എന്തുണ്ട്? ഉറങ്ങിക്കോ എന്ന് പറയണമെങ്കിൽ, ഒരാൾ ഉറങ്ങണമെങ്കിൽ ചുറ്റുപാടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും തീർത്തിട്ടേ പറ്റത്തുള്ളൂ അല്ലേ? പ്രത്യേകിച്ച് ചിലപ്പോൾ പുരുഷന്മാർക്ക് വേണമെങ്കിൽ കുറച്ച് ഭാര്യയെ ഏൽപ്പിച്ചിട്ട് വേണമെങ്കിൽ കിടക്കാം. എന്നാൽ ഒരു സ്ത്രീയെ ഉറങ്ങണമെങ്കിൽ രാത്രിയിലെ അവസാനം ആ ഗ്യാസിന്റെ ഇതുവരെ ഓഫ് ചെയ്തിട്ട്, ഇവിടെ പിന്നെ ആ ഗ്യാസ് അങ്ങനെയുള്ളത് അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ എല്ലാം വെച്ച് കോഴിക്കോട് അടച്ചോ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറയാനായിട്ടുള്ളൂ. എന്നാലും നമ്മുടെ കയ്യിലാണ് എല്ലാ കഥകളും അടച്ചിട്ടുണ്ടോ, എല്ലാ ജനലുകളും ഇതുണ്ടോ, ഗ്യാസ് 2 പ്രാവശ്യം ഓഫ് ചെയ്തോ, എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ കിടക്കാൻ പറ്റുന്നത്. എന്നാൽ ഒരു ദൈവമായ കർത്താവ് പറയുവാണ് ആ സങ്കീർത്തനത്തിലൂടെ, നിന്റെ ഭാരങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ നീ എനിക്കിട്ടിട്ട് ശാന്തമായി നീ ഉറങ്ങിക്കൂ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. നിദ്രാഭാരം തൂങ്ങാത്തൊരു കർത്താവ് കൂടെ ഇരുന്നിട്ട് പറയുക, എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ മേൽ കിട്ടും. നീ ഭാരപ്പെടുന്നത്, നീ പ്രയാസപ്പെടുന്നത് എൻ്റെ മേലിട്ടു. ഇട്ടിട്ട് എന്ത് ചെയ്യണം? ശാന്തമായി ഉറങ്ങിക്കൂ എന്ന് പറയാൻ നമ്മുടെ അടുത്തിരുന്ന് നമ്മളെ കൊട്ടി ഉറക്കാൻ ഒരു പിതാവുള്ളപ്പോൾ ആ വചനം വായിച്ചിട്ട് എല്ലാ പ്രശ്നങ്ങളും ഏറ്റുകൊടുത്തിട്ട് നമ്മൾ ശാന്തമായി ഉറങ്ങണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. എപ്പോഴും കർത്താവ് ഒരു നല്ല ആത്മാവിനെ, ഒരു ഗുഡ് സ്പിരിറ്റിനെ എനിക്ക് വേണ്ടി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ രണ്ടാമത്തെ പോയിന്റാ പറഞ്ഞു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. പിന്നെ നിത്യജീവനായി കർത്താവിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കണം. നിത്യജീവൻ കിട്ടാൻ വേണ്ടി, നിത്യജീവനായിട്ട് ഇവിടെയുള്ള ജീവിതം തീർന്നിട്ട് മതി അവിടെ എന്ന് ചിന്തിച്ച് ആ ലെവലിൽ ദുരുപദേശകർ ഒരുപാട് പേര് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ നമുക്കിത് മാത്രമല്ല, നമുക്ക് ഇനിയും ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിനോട് നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. ആ ദൈവത്തിന്റെ പ്രാകാരത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ കൊച്ചുമക്കളെയും മക്കളെയും ബാക്കിയുള്ളവരെയും ബന്ധുക്കളെയും ഞാൻ വളർത്തിക്കൊണ്ടുവന്ന കൂട്ടായ്മയെ എല്ലാം കൊണ്ടല്ല പോകുന്നത്. നമ്മൾ ഒറ്റയ്ക്കാണ് ആ പ്രാകാരത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ സമയത്ത് ദൈവം തമ്പുരാൻ, ഇതാ ഷെറിൻ വന്നു, ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച്, ഞാൻ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ച്, ഉത്തരവാദിത്തങ്ങളെ എല്ലാം തീർത്ത് ഷെറിൻ ഇവിടെ വന്നിരിക്കുന്നു. ആ ഷെറിനെ പറ്റി ഓരോ കാര്യങ്ങൾ അവിടെ ഒരു ജഡ്ജ്മെന്റ് നടക്കുകയാണെങ്കിൽ, നമ്മൾ അതൊന്ന് സ്വപ്നം കാണുകയാണെങ്കിൽ, അങ്ങനെ എന്നെ പറ്റി ഓരോ പ്രായത്തിലുള്ളത് പറയുമ്പോഴും എൻ്റെ ദൈവത്തിന്റെ തല ഉയരുമോ ഇല്ലേ? അതാണ് ഇന്നത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കർത്താവെ, ഒരു കാരണവശാൽ പോലും അറിഞ്ഞോ അറിയാതെയോ കർത്താവെ, എൻ്റെ ജീവിതം കൊണ്ട് അങ്ങയുടെ തല എപ്പോഴെങ്കിലും താഴ്ന്നു പോയിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അതെനിക്ക് നാശത്തിനായിട്ടായിരുന്നു. നിത്യജീവന്റെ ആ വാതിൽ എനിക്കായി തുറക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ സ്വപ്നം കാണുകയാണെങ്കിൽ, ആ വാതിലിനെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ശപിക്കപ്പെട്ടവളെ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ താഴേക്ക് പോകുവാനാണോ? അനേകടത്ത് ഞാൻ നേരത്തെ ജാമ്യം എടുത്തോണ്ട് പോകും. ഞാൻ ഇന്ന പ്രയർ ഗ്രൂപ്പിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന പ്രയർ ഗ്രൂപ്പിൽ പാട്ട് പാടിയായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ വളരെ വലിയ, എൻ്റെ നാട്ടിലൊന്ന് തിരക്കിയാ അറിയാം, അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു വേണമെങ്കിൽ എനിക്ക് മേനി പറയാം. എന്നാൽ ആ നിത്യജീവനകത്ത് ആ വാതിലിൽ കടക്കണമെങ്കിൽ ചില ക്രൈറ്റീരിയ ഉണ്ട്. അതിന്മേൽ നിന്റെ തൊട്ടടുത്തിരുന്ന സഹോദരന്റെ വിങ്ങലിനെ നീ കണ്ടിട്ടുണ്ടോ? ഈ ദേശത്ത് പട്ടിണി 50 പൈസയ്ക്ക് 50 ഫിൽസിന് കുബൂസ് കിട്ടുന്നുണ്ട്. ഈ ദേശത്ത് പട്ടിണി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരു KFC കഴിക്കാൻ ആഗ്രഹിക്കുന്ന, ഒരു പിസ്സ കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ചെലവുകളെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ഒരു കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാൻ
ആഗ്രഹിക്കുന്ന ചില സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. കർത്താവെ, നീ എന്നെ ഒന്ന് കാണിച്ചു തരണമേ എന്ന് പറയണം. അങ്ങനെയൊന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്തണം. ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് അടയ്ക്കാനില്ലാതെ ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയാതെ അനേക ലേബർ ക്യാമ്പുകളിൽ അനേകര് ഈ ദേശത്ത് നിന്ന് വിങ്ങിപ്പൊട്ടി കിടക്കുന്നുണ്ട്. തലയിണകൾ മാത്രമേ അറിയുന്നുള്ളൂ അവരുടെ വേദന. അങ്ങനെ കിടക്കുന്ന അനേകരുടെ മുമ്പിൽ ആ സഹോദരന്റെ വേദന ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ 25 സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ദൈവം എൻ്റെ എല്ലാമാണ്, എനിക്കെല്ലാം തന്ന ദൈവം നല്ലവനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കർത്താവെ, നീ തരുന്ന സാഹചര്യങ്ങളിൽ, നീ തരുന്ന ആ സമയങ്ങളിൽ എങ്ങനെയായിരിക്കണം എന്ന് എനിക്ക് പറഞ്ഞു തരണമേ. എൻ്റെ ഈ സഹോദരന്റെ വിങ്ങലിനെ ഞാൻ മനസ്സിലാക്കുവാൻ എന്നെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ച് ആയിരിക്കണമെന്ന് വിശുദ്ധ യൂദാ നമ്മളെ ഇതിൽ കൂടി പഠിപ്പിക്കുന്നു. ഏറ്റവും ലാസ്റ്റിലായിട്ട് പറയുന്നു, ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറയുന്നു. ദൈവസ്നേഹത്തിൽ, എല്ലാം സ്നേഹത്തിൽ ചെയ്തു കൊള്ളുക. അതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. എല്ലാ പോയിന്റിലും ദൈവസ്നേഹത്തിൽ ചെയ്യുക. ഒരു സ്നേഹമുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മയിൽ നമുക്ക് ആരോടും ഒരു ദൈവത്തിൽ ഒരു സ്നേഹമുണ്ട്, നമ്മുടെ സഹോദരനൊരു സ്നേഹമുണ്ട്. ഈ കൂട്ടായ്മയുടെ ഇത്രയും നടത്തിപ്പിനായിട്ട് പാട്ടുപാടിയും പ്രാക്ടീസ് ചെയ്തും അത് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ട് ഈ ട്രാഫിക്കിനകത്ത് കിടന്ന് ഓടി വന്ന എല്ലാവരോടും നമുക്ക് എന്ത് വേണം? ഒരു സ്നേഹം വേണം, അല്ലെ? ആ ഒരു സ്നേഹം അത് ആർക്കുള്ള കൊടുക്കുന്ന സ്നേഹമാ? ദൈവത്തിന് കൊടുക്കുന്ന സ്നേഹമാ. പകരം ഇവിടെ ഇരുന്ന് വാട്സപ്പിൽ ഓരോരുത്തരെ വിളിക്കുക. അതേ പതിവ് പോലെ 3:30 പ്രാർത്ഥനയുണ്ട്, വരണേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓൺലൈൻ ആയിരിക്കുന്ന നമ്മൾ പെട്ടെന്ന് മാറും. കാരണം അതിന് റിപ്ലൈ കൊടുക്കണമല്ലോ, അല്ലേ? ആ ഒരു അവസ്ഥ ഇവിടെ ഇരിക്കുന്ന ആരും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇവിടെ ഇരിക്കത്തില്ല. എന്നാൽ എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ ഒരു തള്ളലില്ലാതെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിനൊക്കെ പോകണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഈ ഒരു ദൈവസ്നേഹം, ആ ദൈവം എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ വേദനകൾക്ക് അതിനൊരു പരിഹാരമുണ്ടെങ്കിൽ, കുരിശ് എന്ന് പറയുന്നത് കഷ്ടതയെ വഹിക്കാനുള്ള ഒരു വിളിയാണ്. ശിഷ്യത്വം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നന്മയിലേക്കും, ഇപ്പോൾ പറയുന്നത് പോലെ മഞ്ഞ കാറും ചുമന്ന ബൈക്കും കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടും ജീവിതത്തിന്റെ സൗന്ദര്യങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും എനിക്ക് കിട്ടുന്ന സാമ്പത്തിക മേഖലയെ ബന്ധപ്പെട്ടുള്ളതല്ല. ശിഷ്യത്വം എന്ന് പറയുന്നത് ക്രൂശ് വഹിക്കാനുള്ള വിളിയാണ്. ആ ശിഷ്യത്വത്തിലേക്ക് വരാനായിട്ടാണ് നമ്മളെ ആഗ്രഹിക്കുന്നത്. തമ്മിൽ ആത്മീക വർധന വരുത്തണം, കർത്താവിന്റെ നിത്യജീവനായി കാത്തിരിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി കരുണ കാണിക്കാനും, മറ്റുള്ളവർക്ക് വേണ്ടി വിങ്ങുന്ന വേദന. അനേകം പേരുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ കൂട്ടിക്കൊലകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മാതാപിതാക്കൾ മക്കളെ അടിച്ചു, മക്കൾ മാതാപിതാക്കളെ അടിച്ചു, അവിടെ ഒരു കൊലപാതകം നടന്നു. അത് കഴിയുമ്പോൾ ഈ മൈക്കുമായിട്ട് പോകുന്ന ഓരോരുത്തര് അവർ പറയുന്ന പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കണം. അവർ പറയുന്ന പ്രതികരണം, ഈ കുടുംബത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ നടക്കാറുണ്ടായിരുന്നു. ഈ കുടുംബം 1 വർഷമായിട്ട് ഇവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ 1 വർഷമായിട്ട് എവിടായിരുന്നു? ഈ മൈക്കുമായിട്ട് ചെന്നപ്പം ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാനാണോ ദൈവം ഈ ലോകത്തിലേക്ക് എന്നെയും നിങ്ങളെയും പ്രശ്നമില്ലാത്ത ഒരു കുടുംബം തന്നത്? ആണോ? ഒരിക്കലുമല്ല. ഈ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഞാൻ ഡയറക്റ്റ് ചെന്നാൽ അവരെന്നെയും ചിലപ്പം തല്ലുമെന്നുള്ള അവസ്ഥയിലാണെങ്കിൽ എന്ത് ചെയ്താൽ ഈ കുടുംബത്തിന് ഒരു താങ്ങാകാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ കഴിയുന്ന എത്ര പേര് നമ്മുടെ മധ്യതയിലുണ്ട്? ഏഷ്യാനെറ്റും ബാക്കിയുള്ള ചാനലുകാരും വരുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നമുള്ള കുടുംബമാണ്, ശാപമുള്ള കുടുംബമാണ്, അവരങ്ങനെ നമ്മളെ അടുപ്പിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു കുടുംബം, ആ വ്യക്തികൾ അതിലുണ്ട്. മനുഷ്യരാണ്, അവരും നമ്മളും എല്ലാം മനുഷ്യരാണ്. ചിലപ്പോൾ ഒരു ലഹരി ആയിരിക്കാം. ഒരു നിമിഷത്തിൽ ഇപ്പൊ നമ്മളോട് പറഞ്ഞല്ലോ, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി പ്രിയ ദേവദാസൻ നമ്മളോട് സങ്കീർത്തനത്തിലൂടെ പറഞ്ഞല്ലോ. പെട്ടെന്നെടുക്കുന്ന ഇമ്പൾസീവായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളുടെ മധ്യത്തിൽ പറ്റിപ്പോയിട്ടുള്ളവരാണ് ഈ ജയിലുകളിൽ കിടക്കുന്നവരെല്ലാം. നല്ല നല്ല വലിയ കൊലപാതകങ്ങളൊക്കെ നടത്തിയവർ പൈസ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി സന്തോഷമായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചത് കൊണ്ട് പെട്ടെന്ന് ഒരാളെ പിടിച്ചപ്പോൾ അങ്ങനെ മരിച്ചു പോയവർ എത്രയോ പേര് ഈ ജയിലറകളിൽ കിടപ്പുണ്ട്. തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടും പെട്ടെന്ന് വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ പറ്റാതെ കിടക്കുന്നത് കൊണ്ടും എത്രയോ പേരുണ്ട്. അവരുടെയൊക്കെ മധ്യത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചപ്പോൾ ഈ വിശുദ്ധ യൂദാ നമ്മളോട് പറയുന്നു, ഇന്ന് നിങ്ങൾ എങ്ങനെയായിരിക്കണം? ഇന്ന് നിങ്ങൾ എങ്ങനെ സ്നേഹത്തിൽ അന്യോന്യം ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. ഇതായിരുന്നു നമ്മൾ വായിച്ചത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിൽ നിന്നാൽ മതി. യൂദാ എഴുതിയതോ ആർക്ക് വേണ്ടി എഴുതപ്പെട്ടു എന്ന് കണ്ടു, ഏത് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടെന്ന് കണ്ടു, ഏത് കാലഘട്ടത്തിൽ ആർക്ക് വേണ്ടി എഴുതപ്പെട്ടതായിട്ട് തോന്നിയെങ്കിലും ഇതെല്ലാം പിതാവേ എന്നോടാണ് എഴുതിയത്, ഇതെല്ലാം ഈ അനേക വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് എന്നോടാണ്. ഇതെല്ലാം പറഞ്ഞു കേട്ടിട്ട് അവസാനം വളരെ വികാരഭരിതനായി ഒരു കാര്യം എഴുതിയതായിട്ട് എനിക്ക് തോന്നുന്നു.
ലാസ്റ്റ് യൂദായുടെ പുസ്തകം ലേഖനം ലാസ്റ്റില് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് യൂദാ ഇങ്ങനെ ചിന്തിക്കുകയാണ്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. അത് കഴിഞ്ഞിട്ടൊരു കോമയുണ്ട്. എന്തറിയാം, ഈ ലോകത്തിൽ വീഴ്ചകൾ ഒരുപാടുണ്ട്. പൗരോഹിത്യത്തിലാണെങ്കിലും നമ്മളായിരിക്കുന്ന ഉത്തരവാദിത്വം ഒരു ഭാര്യയായിട്ട് ജീവിക്കുമ്പോഴാണെങ്കിലും ഒരു ഭർത്താവായിട്ട് ജീവിക്കുമ്പോഴാണെങ്കിലും ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിൽക്കുമ്പോഴാണെങ്കിലും വീഴ്ചകൾ അവിടെ ഉണ്ടെന്നുള്ളത് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. നാമും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, പലപ്പോഴും നാം വീണു പോയിട്ടുണ്ട്. ചില നമ്മുടെ അധമമായിട്ടുള്ള വികാരമാണെന്ന് പിന്നീടായിരിക്കും മനസ്സിലാക്കുന്നത്. ചില കാര്യങ്ങളോടുള്ള ഭ്രമം, സാമ്പത്തികമായിട്ടുള്ള ഭ്രമം, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ഭ്രമം, നമ്മുടെ കുടുംബജീവിതത്തെ ഉയർത്താനായിട്ട് ചിലപ്പോഴൊക്കെ നാട്ടിൽ നമ്മളെ പരിഹസിച്ചവര് ചിലര് കാണാം. തീരെ ചെറുപ്പമായിട്ട് നടന്നപ്പോൾ നിന്റെ പിതാവ് അങ്ങനെയല്ലേ, നിന്റെ മാതാവ് അങ്ങനെയല്ലേ, അല്ലെങ്കിൽ നീയൊക്കെ പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് പറഞ്ഞ ചില സാറുമാർ അന്നത്തെ കാലങ്ങളിലൊക്കെ നമ്മളെ അടിക്കുകയും ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല ഒക്കെ ചെയ്തപ്പോൾ ഉണ്ടായ ചില മുറിവുകൾ, ഈ മുറിവുകളൊക്കെ വീണ്ടും വീഴ്ചയിലേക്ക് നമ്മളെ നയിച്ചെങ്കിലും അനേക വീഴുന്ന അവസ്ഥകൾ, അനേക കുഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അദ്ദേഹം ഇപ്രകാരം എഴുതി നിർത്തുന്നു, വീഴാതെ വണ്ണം നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു സർവശക്തൻ, നമ്മളെ കളങ്കമില്ലാത്തവരായി ആ ദൈവസന്നിധിയിൽ നിർത്താൻ കഴിയുന്ന ഒരു സർവശക്തൻ ഉണ്ടെങ്കിൽ സകല മഹത്വവും മാനവും ആ സർവശക്തന് നമ്മൾ കൊടുക്കണം. ആ സന്നിധിയില് എല്ലാ അധികാരവും മഹത്വവും മാനവും ആ ദൈവത്തിന്. ആമേൻ. ഏറ്റവും വലിയൊരു ഉറപ്പാണ് ഇവിടെ ഉള്ളത്. വീഴ്ചകളുണ്ട്, താഴ്ചകളുണ്ട്. ഇറങ്ങിത്തിരിച്ചതാണോ? കുരിശ് വഹിക്കാൻ വേണ്ടിയുള്ള വിളിയാണ്. ഈ കുരിശ് വഹിക്കുമ്പോൾ അനേക പ്രയാസങ്ങളുണ്ട്. ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർക്കൊന്നും പ്രയാസങ്ങളില്ലെന്ന് ആരാ പറഞ്ഞേ? ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർക്കുള്ളത്രയും പ്രശ്നം വേറെ ആർക്കുമില്ല. എന്നാൽ അതിനകത്തൂടെ കൈ പിടിച്ച് നടത്തുന്ന ഒരു തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം നമ്മളെ കളങ്കമില്ലാത്തവരായി നിർത്തി ദൈവസ്നേഹത്തിൽ വളർന്നു വരുവാൻ ഈ യൂദായുടെ ലേഖനം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ഇന്നെന്താണ് നമ്മൾ കേട്ടത്? ആദ്യം വന്ന ആ ചോദ്യത്തിലേക്ക് ആത്മീക വർധനവെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് കൂടെയുള്ള ഉണർവ് യോഗങ്ങൾ? ഞാൻ പലപ്പോഴും വീണു പോകുമെന്ന് നമ്മുടെ കർത്താവായ ദൈവത്തിനറിയാം. പലപ്പോഴും ബലഹീനതകൾ ഉള്ള ഒരാളാണെന്നറിയാം. വീണു പോകാതെ വണ്ണം താങ്ങി നിർത്തണമെങ്കിൽ പാട്ടുപാടേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. വീണു പോകാതെ വണ്ണം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ സ്തുതിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ എപ്പോഴും എരിവുള്ളവരായി ആരാധനയ്ക്ക് കൂടുകൾ ഇറക്കി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യതയിലേക്ക് ദൈവം ഇന്ന് നമ്മളെ വിളിക്കുന്നു. ഒരു മിനിറ്റ് നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ട വചനം ദൈവമേ, അടിയൻ അനേക കാര്യങ്ങൾ എഴുതിയും പഠിച്ചും വെച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ എത്രമാത്രം അത് ഞങ്ങളുടെ ജീവിതത്തിലെ എവിടെയൊക്കെ ഞങ്ങൾക്കത് ആപ്ലിക്കബിൾ ആക്കണമോ അതിന്ന് എവിടെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ തമ്പുരാനെ, ഞങ്ങൾ ഈ വചനം ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ, ഈ ഹോള് വിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു കർത്താവുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവുണ്ട്. ഞാൻ ഓരോ പ്രാവശ്യവും പാപം ചെയ്യുമ്പോൾ കരയുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ഓരോ പ്രാവശ്യവും നന്മ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് താഴ്ത്തി ഏൽപ്പിച്ച്, കർത്താവെ, ഈ സാർവത്രിക ലേഖനം എഴുതിയിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. വിളിക്കപ്പെട്ടവനായ ഞാൻ അവിടുത്തെ സന്നിധിയിൽ ഇതാ താഴ്ത്തി പരമേൽപ്പിക്കുന്നു, സമർപ്പിച്ചു തരികയാണ്. കർത്താവെ, ഞാൻ എങ്ങനെ ആയിരിക്കണം, ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം? കർത്താവെ, എപ്പോഴും ആ സ്നേഹത്തിന്റെ തണലിൽ മറ്റുള്ളവരോട് കരുണ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം താഴ്ത്തി പരമേൽപ്പിക്കുന്നു. ഒടുവിലായി കർത്താവെ, വീഴാതെ വണ്ണം താങ്ങുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ സകല മഹത്വവും അധികാരവും മാനവും സമർപ്പിക്കട്ടെ. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്ലോസിംഗ് പ്രയറിനായിട്ട് നമ്മുടെ തലകളെ വണക്കാം. സ്മിത ഇപ്പോൾ ക്ലോസിംഗ് പ്രയർ ചെയ്യും.
സ്തോത്രം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിന്റെ മധ്യാഹ്നത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ചെറിയൊരു കൂട്ടമായിട്ട് കർത്താവെ അല്പനേരം ഞങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് പാടിയ പാട്ടുകള്, കർത്താവെ ധ്യാനിച്ച സങ്കീർത്തനം, ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങള്, ധ്യാനിച്ച എല്ലാ കർത്താവെ വളരെ മനോഹരമായി കർത്താവെ ഷെറിൻ ഞങ്ങൾക്ക് വേണ്ടി തന്ന കർത്താവെ ദൈവവചനം, ഹല്ലേലൂയ, എല്ലാം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന്റെ നന്മയ്ക്കായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ തന്നെ കെട്ടുപണി ചെയ്യുവാൻ കർത്താവെ, to help to build us up. കർത്താവെ, അവിടുത്തെ സ്നേഹത്തിൽ വളരുവാൻ, ഹല്ലേലൂയ, കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അവിടുത്തെ നിത്യതയോട് അവിടുത്തെ സന്നിധിയിൽ കർത്താവെ നിത്യതയിൽ ഞങ്ങൾ കർത്താവിനോടൊപ്പം ആയിരിക്കാൻ, സ്നേഹത്തിലും കരുണയിലുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവെ ഞങ്ങൾ വീണുപോയ സാഹചര്യങ്ങളിൽ എൻ്റെ കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും തമ്പുരാൻ ജയമെടുത്തിരിക്കാൻ സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ എല്ലാ കർത്താവെ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തണമേ. സൂമിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ദൂരം ഒന്നും ഒരു വിഷയമല്ല. എൻ്റെ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ അവരെ എല്ലാം തൊട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ പ്രത്യേക ഫിലിപ്പങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആന്റിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കർത്താവെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയിൽ അവരെ കാണുമെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ ജീവിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ മടങ്ങിപ്പോകട്ടെ. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വം കർത്താവിൻ മാത്രം എടുത്താട്ടെ. സകല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് കൃപയോടെ കേട്ട് തുറമരണമേ. വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനെ രക്ഷിച്ചോണം. നുണന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാവുന്നു. ആമീൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കൂട്ടായ്മയും കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച വചനം, ആ വചനം ഞങ്ങൾ വേണ്ടതുപോലെ ഉൾക്കൊണ്ട് കർത്താവെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാന് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് ജീവിക്കുന്ന അനുഭവം വചനം ശുശ്രൂഷിച്ച അവിടുത്തെ അനുഗ്രഹിക്കപ്പെട്ട ദാസിയവർ പ്രിയ മകളുടെ തുടർന്നുള്ള ജീവിതത്തിന്റെ ആവശ്യങ്ങളും ഞങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിന്റെ ആവശ്യങ്ങളും ഇന്നും എന്നേക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, വരണം. പിന്നെ അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ നിർവഹിച്ച മിസ്റ്റർ ഷെറിൻ വിനോദ്. നമ്മളെ അധികം കേട്ടിട്ടില്ലാത്ത ഒരു അധ്യായമാണല്ലോ, ഒരു ലേഖനമാണ് ലൂതയുടെ ലേഖനം. അതിൽ കൂടി വളരെ അർത്ഥവത്തായ രീതിയിൽ നമ്മുടെ ജീവിതത്തോട് ബന്ധിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. പ്രത്യേകിച്ച് എന്തിനാണ് നമ്മൾ ഈ കൂടി വരുന്നത്? നമുക്ക് കിട്ടുന്ന ഒരു സമയം നഷ്ടമാക്കാതെ കൂടി വരുന്നത് എന്തിനു വേണ്ടിയാകുന്നു? ദൈവം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, പ്രത്യേകിച്ച് പ്രാർത്ഥന എത്ര വിലപ്പെട്ടതാണ്. ഇവിടെ ഒരു അച്ഛൻ പറയുകയായിരുന്നു, നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ നിന്ന് നൂലില് നമ്മുടെ ആവശ്യങ്ങളെ ഇറക്കിത്തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ആ പ്രാർത്ഥന ജീവിതത്തിൽ എത്ര വിലപ്പെട്ടതാകുന്നു എന്നുള്ളത് വീണ്ടും അടിയുറപ്പിച്ച് പറയാനായിട്ട് ഇടയായല്ലോ. നമ്മൾ ആ പ്രാർത്ഥനയിൽ കൂടുതലായി ആശ്രയിക്കുക. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട വചനം നൽകി തന്ന ഷെറിൻ നമ്മളെ വീഴാതെ വണ്ണം ദൈവം കാത്തു സൂക്ഷിക്കുന്ന ദൈവം. എന്താണ് നമ്മളെ കൂട്ടിവരുത്തുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം? ആ ദൈവസ്നേഹം. ആ ദൈവസ്നേഹമാണ് നമ്മളെ എപ്പോഴും കൂട്ടിവരുത്തുന്നത്. പ്രിയ ഷെറിന്റെ തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൂത് പകർന്നെന്ന ഷെറിനോടുള്ള ഫ്രൈഡേ ഫാഷൻ കണ്ട നാമത്തിലുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊള്ളു. ദൈവം അനുഗ്രഹിക്കട്ടെ.
അടുത്ത ആഴ്ച കോശി ബ്രദറിന്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും കടന്നു പോകും.